മഴയെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്ന ഒരുപാട് ഇമേജറികളുണ്ട്. ജോൺസൺ മാഷ്, കട്ടൻ കാപ്പി, ക്ലാര, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെ മനസ്സിലേക്ക് ഓടി വരും. പക്ഷെ കേരളത്തിൽ ഇന്ന് ഒരുപാട് പേർക്ക് മഴയെന്ന് പറയുന്നത് പേടിയാണ്. അതിലൊരു സെൻട്രൽ കേരള ബെൽറ്റിൽ ഒരുപാട് ആശ്രയിക്കുന്ന ഒരാളാണ് ഇന്ന് നമ്മളെ കൂടിയുള്ളത്. ഒരു സാലറി ഇല്ലാതെ, ഒരു ഗവൺമെൻറ് പൊസിഷൻ ഇല്ലാതെ, ഒരു ഓഫീസ് പോലും ഇല്ലാതെ മഴയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു പറ്റം വളണ്ടിയേഴ്സിൻ്റെ ഒരു ആശാൻ എബി ഇമാനുവൽ. ആഗസ്റ്റ് 2 വെള്ളം കൂടിയപ്പം തൊട്ട് കുറേ ദിവസങ്ങളോളം ഉറക്കമില്ലാതെ ഇതൊന്ന് പറയൂ, എന്നാണ് നന്ന വൃത്തിയിലൊന്ന് ഉറങ്ങിയത്? എന്തുകൊണ്ടാണ് അത്രയും ദിവസത്തെ ആ ഗ്യാപ്പ് വന്നത്? യഥാർത്ഥത്തിൽ ജൂലൈ 31 രാത്രിയാണ് സിറ്റുവേഷൻ ഒന്ന് മാറുന്നത്. അലേർട്ടുകൾ ഉണ്ടെങ്കിലും ഇതുമാതിരി സംഭവിക്കുമെന്നൊരു പ്രതീക്ഷയില്ലാത്തൊരു രാത്രിയാണ്. പക്ഷേ അതിന് വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട്. 31 ഒരു ഇവൻ്റ് ഉണ്ടാകുന്നു. ആ ഇവൻ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളിതിൽ ഇടപെടുന്നു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിന് പിന്നോട്ടും ഞങ്ങളെല്ലാം പ്രവർത്തനങ്ങളിലാണ്. അതിൻ്റെ തൊട്ട് തലേന്നാണ് ഒരു ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് എന്ന് വെച്ചാൽ മഴയെ അളന്നെടുക്കുന്ന ഒരു യന്ത്ര സംവിധാനം നമ്മൾ സ്ഥാപിക്കുന്നത്. അതിന് ഒരു ദിവസം മുഴുവൻ അതിനാവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ പോളുകൾ ഉറപ്പിക്കുക, അതിനാവശ്യമായിട്ടുള്ള സന്നാഹങ്ങൾ ഒരുക്കുക. അപ്പം പിന്നോട്ടും മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചത്, നിങ്ങൾ എത്ര ദിവസമായി ഉറങ്ങിയിട്ട്. അപ്പോൾ ഞാനോ എന്നോടൊപ്പമുള്ള സുഹൃത്തുക്കളോ ഈ കാര്യങ്ങളിൽ വ്യാപൃതരായിട്ടുള്ള ആളുകൾ അതിന് പിന്നോട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അന്ന് ഏകദേശം നമ്മളൊന്ന് വളരെ സമാധാനപരമായി നമുക്കൊരു ഓട്ടോമാറ്റിക് റെയിൻ കേജ് ഒക്കെ ഉണ്ടായി. നമ്മൾ കുറച്ചുകൂടി ഈ ഒരു സിറ്റിസൺ സയൻസ് പ്രക്രിയയിൽ കുറച്ചുകൂടി നമ്മൾ ഉയർന്നു എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കോളറൊക്കെ പൊക്കി വെച്ച് ഇരിക്കുന്ന സമയത്താണ് സിറ്റുവേഷൻ. വൈകുന്നേരങ്ങളിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യത്തെ കാണുന്ന ഒരു പറ്റം ആളുകൾ, 300ഓളം ആളുകളുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ മഴയുടെ സാഹചര്യങ്ങൾ മാറുന്നതായിട്ട് സാവധാനം അറിയിപ്പ് വരികയാണ്. അപ്പോൾ തന്നെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ 2018 പ്രളയകാലം നമുക്കറിയാം. അതിൽ മീനച്ചിൽ ബെൽറ്റും നന്നായി സഫർ ചെയ്ത കൂട്ടത്തിലാണ്, അപ്രതീക്ഷിതമാണ്. അപ്പോൾ അതിനുശേഷം 2020-21 ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രദേശം, പ്രത്യേകിച്ച് കൂട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് പേർ മരിച്ചു. നമുക്ക് വളരെ പരിചയമുള്ള ആളുകൾ പോലും ഒഴുക്കിൽപ്പെട്ടു. ഇപ്പം എൻ്റെ വൈഫ് പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി, ആ കുട്ടിയെ നേരിട്ട് വൈഫ് കണ്ടിട്ടില്ല. അന്ന് കോവിഡ് കാലമാണ്, ഓൺലൈൻ ക്ലാസ്സുകളാണ്. ആ ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികൾ ഗൂഗിൾ മീറ്റാണ്, അവർ ക്യാമറ ഓൺ ചെയ്തല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടിയുടെ മുഖം കണ്ടിട്ടില്ല. പക്ഷേ ആ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ട് ദീർഘകാലം. ആകെ ആ കുട്ടിയെ ഒന്ന് കണ്ടിട്ടുള്ളത് സ്വാതന്ത്ര്യ ദിനത്തിനായിട്ടുള്ള ഒരു പദ്യം ചൊല്ലൽ മത്സരത്തിൽ വീഡിയോ അയച്ചു തരുന്നു. ഞാനും അത് ചേർന്ന് വാല്യുവേഷൻ നടത്തിയ ആളാണ്. അങ്ങനെ കണ്ട സുന്ദരമായ കൗതുകമുള്ള നിഷ്കളങ്കമായൊരു മുഖം, ആ മുഖം ഉൾപ്പെടെ ആ വീട്ടിലെ 4 പേരാണ് വെള്ളത്തിൽ ഒഴുകി പോകുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു റീച്ചുള്ള മേഖല ആയതുകൊണ്ടും സുഹൃത്തുക്കളുള്ള സ്ഥലമായതുകൊണ്ടും നമ്മൾ അവിടേക്ക് ഓടിയെത്തുകയും അത്തരം കാര്യങ്ങളിലൊക്കെ കാണുകയും കേൾക്കുകയും ക്യാമ്പുകളിൽ പോവുകയൊക്കെ ചെയ്ത്. അപ്പോൾ മാത്രമല്ല, അതേ സമയത്ത് ഞങ്ങളൊക്കെ ജീവിച്ച സ്ഥലത്തും വീട്ടുപരിസരങ്ങളിലൊക്കെ പോലും ചെറിയ ഉരുളുകളും ലാൻഡ് സ്ലൈഡുകളും ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് പിന്നീട് നമുക്കിപ്പോൾ മീനച്ചിലിനെ സംബന്ധിച്ച് ഭയങ്കര ആഘോഷമാണ് പുഴ. ഈ മഴക്കാലം വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് വള്ളംകളി. അപ്പോൾ അത് നമുക്കൊരു മീനച്ചിലിനൊരു ശീലമാണ്, പാലാക്കാരുടെ ഒരു ശീലം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പം മഴ ഇറങ്ങുമ്പോൾ എല്ലാ കാലത്തും പടിഞ്ഞാറ് കോട്ടയം ബെൽറ്റിൽ ഇതൊരു സഫറിങ് ആണ്, അവർക്കൊരു ദുരിതമാണ്. പക്ഷെ പാലാക്കാരുടെ ഒരു ആഘോഷമായിരുന്ന ഒരു സാഹചര്യമൊക്കെ 2018 കൊണ്ട് മാറി. പിന്നീട് നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഈ മഴപ്പുഴ നിരീക്ഷണം നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി മാറുകയും 10,000-കണക്കിന് ആളുകൾ നമ്മളെ ഇങ്ങനെ എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ വരുന്നത്, മഴയുടെ പെയ്ത്തിൻ്റെ ശക്തി, വെള്ളത്തിൻ്റെ ഒഴുക്ക്, പുഴയിലെ മാറ്റങ്ങൾ. അപ്പോൾ അത് നൽകുന്ന ഉത്തരവാദിത്ത ബോധവും ഈ 2018-ലെയും 19-ലെയും 20-ലെയും 21-ലെയൊക്കെ സാഹചര്യങ്ങൾ നേരിട്ട് കണ്ടതിൻ്റെ ഒരു ഭീതിയും കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മഴത്തുള്ളികൾ പഴയ ജോൺസൺ മാഷിൻ്റെ റൊമാൻറ്റിക് സ്വഭാവമൊന്നും നമുക്ക് തരുന്നില്ല. ഉള്ളിലൊരു ആന്തലാണ്. വാസ്തവത്തിൽ മഴയെ നമുക്കിപ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നില്ല. മഴ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ പല കാര്യങ്ങളാണ്. ഒന്നത് കൊണ്ടുവരാനിടയുള്ള അതിന് വളരെ പെട്ടെന്ന് അതൊരു ഇവൻ്റായി മാറാം, ഒരു എക്സ്ട്രീം റെയിൻ ഇവൻ്റായി മാറാം, അതിൻ്റെ അനന്തരഫലങ്ങൾ ഉണ്ടാവാം. നമ്മൾ ഉറക്കം നഷ്ടപ്പെടാൻ പോണു. അപ്പം എനിക്ക് അതുകൊണ്ടാണ് ഇപ്രാവശ്യം മാഷ് ഫീച്ചർ ചെയ്യാൻ എനിക്ക്, അതായത് ഇത് കേരളത്തിൽ പലരും ഒരുപക്ഷെ അറിയുന്നില്ല ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം നടക്കുന്ന ഫ്ലഡുകളിൽ ഒരുപാട് പേര് മരിക്കാതിരിക്കുന്നതിനുള്ള ഒരു കാരണം ഇത്തരം ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കേരളത്തിൽ നടക്കുന്ന 2018 ശേഷം വന്നിട്ടുള്ളൊരു ഇമ്പാക്റ്റാണത്.
അതായത് പല സ്ഥലത്തും കമ്മ്യൂണിറ്റി നെറ്റ്വർക്കുകൾ രൂപപ്പെട്ട് അവർ അവരുടേതായ രീതിയിൽ റെയിൻ ട്രാക്ക് ചെയ്ത് ആ ട്രാക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ വീട് വിട്ട് പോകണോ, മൃഗങ്ങളെ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണോ എന്നെല്ലാം തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രിപ്പറേറ്ററി വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ കുറേ പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നു. എന്നാലും നാശനഷ്ടങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടുന്നു. ഇത് എനിക്ക് തോന്നിയത് സെൻട്രൽ കേരള ബെൽറ്റിലാണ്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട വരെയുള്ള ഈ പറയുന്ന പമ്പ മുതൽ ഈ ആലപ്പുഴ വരെയുള്ള ആ ബേസിനിലാണ് ഈ കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് വളരെ. ഇപ്പം മീനച്ചിൽ നദീതട സംരക്ഷണ സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് മാഷ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഓർഗനൈസേഷനാണ്. ഈ രീതിയിൽ വലിയൊരു കൂട്ടായ്മയാണ് ഇതിൻ്റെ പുറകിൽ. ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പറാണ്. ഒരുപാട് ആൾക്കാർ ഇതിന് പുറകിൽ ഞാൻ കാണുന്നുണ്ട്. എല്ലാ ദിവസവും 2 മിനിറ്റ് കൂടുമ്പോൾ അതിനകത്ത് റെയിൻ ട്രാക്ക് ചെയ്ത് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം പക്ഷെ ഇതൊരു വേറൊരു തരത്തിൽ ആലോചിച്ചല്ലേ, ഞാൻ ആലോചിച്ചത് തിരിച്ചാണ്. ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള മാഷിനെ പോലത്തെ ആൾക്കാർ, ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്, വലിയൊരു ലോഡാണല്ലോ. അതായത് രാത്രി 2 മണിക്ക് നിങ്ങൾ അതിനകത്ത് മെസ്സേജ് അയക്കുന്നു, രാവിലെ 4 മണിക്ക് മെസ്സേജ് അയക്കുന്നു. സോ വെൻ ഡു യു സ്ലീപ്പ്? ഇതിൻ്റെ മറുവശം എന്ന് പറയും, ആ എൻഡിൽ നിന്നുള്ള പിക്ചർ എന്താണെന്നൊന്ന് പറയുമോ? കഴിഞ്ഞ ഒരാഴ്ചത്തെ നമ്മളൊരു എക്സാമ്പിളാക്കി എടുത്താൽ അതിൽ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മാനവികതയുടെ ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മളെപ്പോലെ 150ഓളം റെയിൻ വോളണ്ടിയർമാർ രാവിലെ എണീറ്റ് 8:30 സൂക്ഷ്മതയോടെ മഴ വിവരങ്ങൾ അളക്കുന്നു. തലേന്ന് അതിശക്തമായ മഴയുടെ സാഹചര്യം വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവർ കുടയും ചൂടി പെരുമഴയത്ത് ഒരുപക്ഷെ രാത്രി ടോർച്ചടിച്ച് എല്ലാ റിസ്ക്കും എടുത്തു പോയി മഴ അളന്ന് തരുന്നു. അവരുടെ മനസ്സിൽ എന്താണ്? അവർ തരുന്ന ആ ഡേറ്റ ഇടനാടിലോ പടിഞ്ഞാറിലോ ഉള്ള ഒരാളുടെ ജീവനോ ജീവനോപാധിയോ രക്ഷിക്കുമെന്ന് അവർ ഈ കാലം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യകാലത്ത് ഒരുപക്ഷെ മഴ തരാൻ നമ്മൾ ചുമതലപ്പെടുത്തിയ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിലുള്ള നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒക്കെ ആളുകളാവാം. പക്ഷേ സാവധാനം അവർക്കിത് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ നൽകുന്ന ഈ ഡേറ്റയാണ് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കുന്നത്. ഇപ്പോൾ 2020 കാലഘട്ടത്തിൽ 2021 ഇപ്പോൾ എല്ലാ ഓരോ ഇവൻറ്റുകളുടെ സമയമായതുകൊണ്ട് കറക്റ്റ് ആ വർഷം 2020 വർഷത്തിൽ കൊശമറ്റം കോളനി, കോട്ടയത്ത് പടിഞ്ഞാറുള്ള ഒരു കോളനിയാണ്. 3 സെൻറ്റ് സ്ഥലത്തിൽ 100-ലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനി. ഞങ്ങൾ മീനച്ചിൽ നദീ സംരക്ഷണ സമിതി നടത്തിയൊരു ജലയാത്രയുണ്ട് വള്ളത്തിൽ. അപ്പം ഞങ്ങൾ അവിടെയാണ് വള്ളം ഒതുക്കി ആ കോളനിയിൽ കയറിയാണ് ഭക്ഷണം കഴിച്ചത്. അപ്പം നമ്മളുടെ അന്നത്തെ റെയിൻ ഡേറ്റ ലഭിച്ച നട്ടാശ്ശേരിയിലെ ഗോപു എന്ന് പറയുന്ന നമ്മുടെ വോളണ്ടിയർ, ആ ഡേറ്റയിലെ അസ്വാഭാവികത മാത്രമല്ല ഗ്രൂപ്പിൽ അദ്ദേഹത്തിന് അറിയാം ഭയങ്കരമായ മഴയാണ് പെയ്യുന്നത്. ആ ഡേറ്റ മനസ്സിൽ വെച്ചിട്ട് ഓടി കോളനി ചെല്ലുകയാണ്, നമുക്ക് മാറണം, കൊശമറ്റം കോളനിയിൽ നിന്ന് ആളുകൾ മാറണം, വെള്ളം പൊങ്ങും. അപ്പോൾ കോളനിയിലെ ആളുകൾ ആളെ കളിയാക്കുകയും ദേഷ്യപ്പെടുകയാണ്. ഇതെന്താണ് ഗോപു പറയുന്നത്? ആറ്റിൽ വെള്ളമില്ല, മഴ പെയ്യുന്നില്ല. അപ്പോൾ ഗോപു പറഞ്ഞല്ല, സിറ്റുവേഷൻ കിഴക്കങ്ങനെയല്ല. അപ്പോൾ അവർ ഒട്ടും സമ്മതിക്കാതെ വന്നപ്പോൾ ഗോപു കോട്ടയത്ത് ഫയർ ആൻഡ് റെസ്ക്യൂവിൽ പോയി പരാതിപ്പെടുകയാണ്, അപേക്ഷിക്കുകയാണ്. അവരും അതിനെ ഗവനിക്കുന്നില്ല. അവരും പറയുന്നുണ്ട് എന്താ ഗോപു ഇത്, അവരെ പരിചയമുണ്ട്. അപ്പോൾ ആളുടെ ആ നിശ്ചയദാർഢ്യവും കരച്ചിലിൻ്റെ വക്കോളം എത്തിയ ആ ഒരു അപേക്ഷയും കേട്ടപ്പോൾ അവർ പോലീസിനെയും കൂട്ടി വന്ന് ഫയർഫോഴ്സും പോലീസും കൂടെ ചേർന്ന് കൊശമറ്റം കോളനിയിലെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻസിഡൻ്റാണ്. അന്ന് രാത്രി കഴുത്തൊപ്പം വെള്ളം കയറി. അതേസമയം അവരവിടെ ഉറങ്ങിക്കിടക്കുമ്പോഴോ ചിന്തിക്കാനാവുന്നില്ല നമുക്ക്. രാത്രി അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അസ്വാഭാവികമായി ഈ വെള്ളം കയറി കഴുത്തൊപ്പം ആ വീടിനുള്ളിൽ വെള്ളം കയറുന്നതെങ്കിൽ നമുക്ക് ചിന്തിക്കാനാവുന്നില്ല. ആ പല ആളുകളും അവരെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയും ഒക്കെ. അപ്പോൾ ഡോക്ടർ എലിസബത്ത് കോഷി ഒരു ഫേമസ് ട്രാൻസ്ലേറ്ററാണ്. ആൾ ജന്മന പോളിയോ ബാധിതയായി വീൽ ചെയറിൽ ഇരിക്കുന്നയാളാണ്. അപ്പോൾ മാഡത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന ആളുകളോട് എലിസബത്ത് മാഡം പറയുന്നുണ്ട്, ഞാൻ ക്വാളിറ്റിയോടെ ജീവിച്ചിരിക്കുന്നത് മീനച്ചിൽ റിവർ ആൻഡ് റെയിൻ മോണിറ്ററിംഗ് നെറ്റ്വർക്കിൻ്റെ നിർദ്ദേശങ്ങൾ കൊണ്ടാണ്. എക്സ്റ്റൻഷനുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ അവരുടെ നിർദ്ദേശങ്ങൾ കൊണ്ട്. കാരണം എപ്പോഴാണ് ആ വീൽ ചെയറിൽ മിത്രങ്ങളോ കസിൻസോ വന്ന് ഉന്തിക്കയറ്റി ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുപോകേണ്ടത് എന്ന് അവർക്ക് കൃത്യമായ നിർദ്ദേശം തരും. ഇത് ഞാൻ കാണുന്നുണ്ട് ആ ഗ്രൂപ്പിൽ തന്നെ പലരും. ഇപ്പോൾ ഇന്ന് രാവിലെയും കൂടി ഒരാൾ അതിനകത്ത് മെസ്സേജ് അയച്ചു, അയ്മനത്തോ മറ്റോ ഉള്ള ആൾക്കാർ ഇപ്പം എന്താണ് അവസ്ഥ എന്ന് അറിയാൻ ആശ്രയിക്കുന്നത് ഇങ്ങേ എൻഡിലുള്ള കിഴക്കേ ബെൽറ്റിലുള്ള ഒരാൾ റെയിൻ ട്രാക്ക് ചെയ്യുന്ന ഇത് മനോഹരമായ സംവിധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിലൊരു കൗതുകം കൂടിയുണ്ട്. കോട്ടയം MLA, പുതുപ്പള്ളി MLA ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി വള്ളത്തിൽ കുറേ പേരുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ട് ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് പാടില്ല എന്ന് പറഞ്ഞിരുന്നു, ശ്രദ്ധിക്കണം. കാരണം അതിൽ 1.38 മിനിറ്റിൽ ഒരു സംഭവം, ഒരു ആൾ മാറാൻ തയ്യാറാവുന്നില്ല എന്ന് MLAയോട് ആളുകൾ പരാതിപ്പെടും. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് പോകുന്നു. ചെന്ന് സംസാരിക്കുമ്പോൾ ആൾ പറയാണ്, ഞങ്ങൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്, ഞങ്ങൾക്കറിയാം അവിടെ ഉരുള് പൊട്ടിയിട്ടില്ല, എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അവർ മടങ്ങുകയാണ്. അപ്പം നമ്മൾ എഴുതി ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനങ്ങൾ ആളുകളുടെ പക്ഷം ചേർന്ന് അവരെ രക്ഷിക്കാനും മുൻകരുതലെടുക്കാനും ശ്രമിക്കുമ്പോൾ
നമ്മളുടെ വിവരങ്ങൾ ട്രസ്റ്റഡ് ആണെങ്കിലും ശരി ചേർത്ത് നിൽക്കരുത്. കാരണം അതൊരു നമ്മളെ കൂടി ബാധിക്കും. പക്ഷെ എനിക്കിതിൽ വളരെ തോന്നിയത് സിസ്റ്റത്തിന് കൊടുക്കാൻ ഉള്ളതിലപ്പുറമുള്ളൊരു സഹായം, ഒരു മാനവികതയുടെ ഒരു സന്ദേശമുണ്ട് ഇതിനകത്ത്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈ കോർന്ന ഒരു സംഘല പോലെ ഒരുമിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. അതൊരു ചെറിയൊരു ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ചെറിയൊരു ടെസ്റ്റ് ട്യൂബ് പോലത്തെ ഒരു സാധനത്തിലാണ് ഈ റെയിൻ മെഷർ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഡാറ്റ എത്രയാണ്, എത്ര ml മഴ പെയ്തു എന്നുള്ളത് ഒരു നോട്ട് ഉണ്ടാക്കി ഒരു ഫോർമാറ്റിൽ ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. ഇത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ്. ഇപ്പോൾ ഇത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ലാസ്റ്റ് വീക്കിൽ എടുത്ത് നോക്കിയാൽ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തത്, ലാസ്റ്റ് വീക്കിൽ ആ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു എന്ന് പറയും. ഏകദേശം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നമുക്ക് വോളണ്ടിയർമാർ റിപ്പോർട്ട് ചെയ്യുന്നു. 9:30 മണിയാകുമ്പോഴേക്കും അതിതീവ്രമായ മഴയുടെ പ്രവണതയാണ്. രാത്രി ഒരു 10:30 മണിയാകുമ്പോഴേക്കും ഒരു ലൊക്കേഷനിൽ നിന്ന് വിവരം തരുന്നു. നാടുകാണി മലയിൽ മുന്നറിയിപ്പുകൾ വേണ്ടി വരും, ലാലം തോട്ടിൽ വെള്ളം ഉയരുകയാണ്. അത് വോളണ്ടിയർ റെയിൻ മെഷർ ചെയ്യുന്ന വോളണ്ടിയറും കാര്യങ്ങളെ നന്നായി നിരീക്ഷിക്കുന്ന നമ്മുടെ മീനച്ചിൽ റിവർ ആൻഡ് റെയിൻ മോണിറ്ററിംഗ് നെറ്റ്വർക്കിൻ്റെ ടീം ഓപ്പറേഷൻസിൻ്റെ മെമ്പറും കൂടിയാണ്. അപ്പോൾ അത് എത്തിപ്പെടുമ്പോഴേക്കും ഉള്ളനാട് ലൊക്കേഷനിൽ നിന്ന് മെഷർ ചെയ്ത് വെള്ളത്തിൻ്റെ അളവ് തരികയാണ്. 110.12 മഴ പെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ 10 സെൻറ്റിമീറ്ററിൽ കവിഞ്ഞ് മഴ രാത്രി കാലത്ത് പെയ്തിരിക്കുന്നു. അപ്പോൾ അതിതീവ്ര മഴയാണ്. അപ്പോഴേക്കും നമ്മൾ ബാക്കി റെയിൻ ഗേജ് വോളണ്ടിയർമാർക്ക് ഒരു അലേർട്ട് കൊടുക്കുന്നു. നമ്മുടെ ഫീൽഡിൽ പോകുന്ന വോളണ്ടിയർമാർ റിവർ ഗേജിൻ്റെ അടുത്തേക്ക് ഓടുന്നു. ഓരോ റിവർ ഗേജിലും വെള്ളം എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ള വിവരങ്ങൾ അവർ സമാഹരിക്കുന്നു. സമയാസമയങ്ങളിൽ ടൈമും ഡേറ്റും എല്ലാം വെച്ചിട്ട് ഓരോ സ്ഥലങ്ങളിലും വെള്ളം ഉയർന്നു വരുന്നു എന്നുള്ള വിവരങ്ങൾ പരസ്പരം നൽകുന്നു. ഇത് അറിയാം, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഉറക്കം അല്ല പ്രധാനം, ഇതിൽ ഇടപെടുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ട്രസ്റ്റഡാണ്. ഇപ്പോൾ പലപ്പോഴും മുമ്പ് ഓൺലൈൻ മീഡിയാസ് പലതും ഉരുൾപൊട്ടിയതായി സംശയം, അല്ലെങ്കിൽ അടുക്കത്ത് ഉരുൾപൊട്ടി, അല്ലെങ്കിൽ പിന്നെ തീക്കോയിൽ ഉരുൾപൊട്ടിയതായി സംശയം. പക്ഷെ ഇപ്പം അത്തരം വാർത്തകൾ അവരിടാൻ തയ്യാറാവുന്നില്ല. കാരണം അപ്പം തന്നെ നമ്മുടെ വോളണ്ടിയേഴ്സ് അത് പൊളിച്ചു കളയും. അതുകൊണ്ട് മണ്ണിടിഞ്ഞതായി സംശയം, അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു. കാരണം ഉരുൾപൊട്ടൽ എന്ന കാര്യം പറയുമ്പോൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന ഒരു ആദി അത് ഭയങ്കരമാണ്. അപ്പം അത് വരാത്ത രീതിയിൽ ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഈ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര ഒരു വെബാണ്, ഒരു വെബ് ഓഫ് ലൈഫ്. ഇത് കേവലം ഒരു യാന്ത്രികമായ മഴനോട്ട പ്രക്രിയ മാത്രമല്ല. ഇപ്പം നമ്മളൊരു പഞ്ചായത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കളുമായി പറയായിരുന്നു, ഇപ്പോൾ തിടനാട് പഞ്ചായത്ത് നമുക്ക് റെയിൻ ഗേജുകൾ വാങ്ങിത്തരുന്നു. 6000 രൂപ വിലയുള്ള റെയിൻ ഗേജാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഓരോ വോളണ്ടിയേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുവാണ്. കൊണ്ടുപോയി അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ വളണ്ടിയേഴ്സ് എന്ന് പറയുന്നതിൽ സ്കൂൾ പിള്ളേരുണ്ടാവും, പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, സ്കൂൾ കുട്ടികളുണ്ട്, കർഷകരുണ്ട്, വീട്ടമ്മമാരുണ്ട്, സയൻറ്റിസ്റ്റ് ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. അതിലും കൗതുകങ്ങളുണ്ട്. ഒരു വീട്ടമ്മ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ലാത്തൊരു വീട്ടമ്മ തലപ്പലം പഞ്ചായത്ത് ചിറ്റാനപ്പാറയിൽ ഇന്ന് പെയ്ത മഴ 12 മില്ലിമീറ്റർ എന്ന് വോയിസ് താളത്തിനിടും, ഒരേ താളത്തിന്. അപ്പം നമ്മൾ ആ വോയിസ് കേൾക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ എന്നിട്ട് നമ്മളത് ടൈപ്പ് ചെയ്യും. നമ്മുടെ വോളണ്ടിയേഴ്സ് അത് ടൈപ്പ് ചെയ്തിട്ട് അത് ടൈപ്പ് ഫോർമാറ്റിൽ ഷെയർ ചെയ്യും. അപ്പോൾ ആ വിധത്തിൽ ഇപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ച തിടനാട് പഞ്ചായത്തിൻ്റെ ഒരു അനുഭവം തന്നെ എടുത്താൽ, നമ്മൾ ആ 7 വോളണ്ടിയേഴ്സിനെ കണ്ടു. അവരുടെ കുടുംബത്തേക്കാണ് ചെല്ലുന്നത്. നമ്മളെല്ലാവരെയും പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം അവരെ നമ്മളൊരു ട്രെയിനിങ്ങിന് വിളിക്കുമ്പോൾ ഓരോരുത്തരായി കയറി വരുമ്പോൾ അവരോട് ചോദിക്കാൻ നമുക്ക് ഏറെ വിശേഷങ്ങളുണ്ട്. അന്ന് കണ്ട മോൻ അരുണിൻ്റെ അല്ലെങ്കിൽ രാഹുലിൻ്റെ കാലിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്, പ്ലാസ്റ്റർ വെട്ടിയോ, അല്ലെങ്കിൽ വൈഫിൻ്റെ സർജറി പ്രസവം കഴിഞ്ഞോ. ഇതൊരു വെബാണ്, ഇതൊരു യാന്ത്രികമല്ല. നമ്മൾ കുടുംബങ്ങളെ കോർത്തിണക്കി കൊണ്ടുള്ളൊരു റാപ്പോർട്ട്. ഇതിലൊരു ഈ എക്സ്ട്രീം ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ഒരു മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലഡോ വരുന്ന സമയത്ത് അതൊരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിപ്പം ഈ കഴിഞ്ഞ ഫ്ലഡിൽ അത് എങ്ങനെയാണ് വന്നതെന്ന് പറയും. രാത്രിയൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടാവില്ലേ, ഇത് വീട്ടിലേക്ക് വെള്ളം കയറുന്നു, അല്ലെങ്കിൽ പേടിച്ചിട്ട് അവർ വിളിക്കുന്ന ആദ്യത്തെ കോളിൽ ഒരു പക്ഷേ മാഷിനെ ആയിരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ എന്തൊക്കെയാണ് അതിൻ്റെ? അതിൽ രാത്രിയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, നമ്മുടെ വോളണ്ടിയേഴ്സ് തന്നെ ബുദ്ധിമുട്ടുകൾ നേരിട്ടൊരു സാഹചര്യമുണ്ട്. വീടിന് പരിസരത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നു, സഹായം ചോദിച്ച് പലരും വിളിക്കുന്നു, ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, മണ്ണിടിഞ്ഞ് വഴി ബ്ലോക്കാണ്, കറണ്ടില്ല, ഞങ്ങൾക്ക് എങ്ങോട്ട് നീങ്ങണം എന്നറിയില്ല. പക്ഷേ അപ്പോഴൊരു വല്ലാതെ ഭയപ്പെടുന്നൊരു സിറ്റുവേഷനാണ്. ആൾക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ എവിടെ നിന്നാണ് മണ്ണിടിഞ്ഞ് വരിക, എവിടെ നിന്നാണ് ഉരുൾപൊട്ടുക. അപ്പോൾ നമുക്ക് ഇത്രയും കാലത്തെ ഒരു നിരീക്ഷണത്തിൽ അറിയാൻ കഴിയും 2 മണിക്കും 2:45 ഇടയ്ക്ക് സംഭവിച്ച ഈ ഒരു സംഭവം ഒരു മിനി ക്ലൗഡ് ബേസ്റ്റുകളാണ്, ലഘു മേഘസ്ഫോടനങ്ങളാണ്. അപ്പോൾ അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത വിധം, കാരണം നമുക്കപ്പോൾ ഇൻഫർമേഷൻ ഉണ്ട്, അത്ര പെട്ടെന്ന് ഇരാറ്റുപേട്ട പോലെയുള്ള കേന്ദ്രങ്ങളിലേക്ക് വെള്ളം കൊണ്ടുവന്നു, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായി. അപ്പം നമ്മുടെ നെറ്റ്വർക്കിന് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം ഒരുപക്ഷെ വരാം. പക്ഷേ നമ്മുടെ കയ്യിൽ ഇൻഫർമേഷൻ പൂൾ ചെയ്ത് നമ്മൾ വരുന്നുണ്ട്. പക്ഷേ ഒരേ സമയത്തുണ്ടായ പല ക്ലൗഡ് ബേസ്റ്റുകളുടെ
ഒരു ഇമ്പാക്ട് വെള്ളം വളരെ പെട്ടെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിനുശേഷം പെട്ടെന്ന് നമ്മുടെ ടീം ഓപ്പറേഷൻസിൻ്റെ ഗൂഗിൾ മീറ്റ് കൂടുന്നു. ആ ഗ്യാപ്പ് എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാൻ നമ്മൾ ആലോചിക്കുന്നു. കാരണം ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ സെറ്റായി വരികയാണ്. അപ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ അവിടുത്തെ പള്ളികളിൽ, അവിടുത്തെ മോസ്കുകളിൽ കൂട്ടമണി അടിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ മൈക്കുകൾ, വാങ്ങി വിളിക്കുന്ന മൈക്കുകൾ ഉപയോഗിച്ചിട്ട് ആളുകളിൽ മുന്നറിയിപ്പ് കൊടുത്തോ എല്ലാവരെയും ഉണർത്തണം. പക്ഷെ അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ നേരിടുന്ന വലിയൊരു ചലഞ്ചുണ്ട്. നമ്മളെ വിശ്വസിച്ച് അവരത് ചെയ്യണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മളെല്ലാം ഹീറോസാണ്. ഉണ്ടായില്ലെങ്കിലോ അത് പിറ്റേന്ന് ഒരു പക്ഷേ നമ്മൾ ആളുകളെ പാനിക് ആക്കിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടാം. കാരണം ഇത് ദുരന്ത നിവാരണ അതോറിറ്റി പോലുള്ള ഔദ്യോഗിക ഏജൻസികൾ മാത്രമാണ് ആളുകൾക്ക് സമയാസമയങ്ങളിൽ മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്. നിയമപരമായി നമുക്കത് ചെയ്യാനുള്ള പരിമിതിയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചാൽ ഇപ്പോൾ ഔദ്യോഗിക ഏജൻസികളെ സംബന്ധിച്ച് അവർ നൽകുന്ന ഫോർകാസ്റ്റുകൾ അത് നമ്മളെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. അവരുടെ റഡാർ ഇമേജസ് അത് പക്ഷേ റിയൽ ടൈം എന്താണ് സംഭവിക്കുന്നതെന്ന് അതൊരു പരിമിതിയാണ്. അല്ലാതെ അവരെ കുറ്റപ്പെടുത്താൻ അത്ര ഫോർകാസ്റ്റ് ചെയ്യാനുള്ള മെഷീൻസ് ഇല്ല, ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റേറ്റിനില്ല. അപ്പോൾ കേരളത്തിൽ തന്നെ എനിക്ക് മനസ്സിലായത് ചുരുങ്ങിയ സ്ഥലങ്ങളിലെ സ്റ്റേറ്റിന് അതിപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരിക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാത്രം കീഴിലല്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ ഡാം കൺട്രോളിനോ എല്ലാം സെപ്പറേറ്റ് മോണിറ്ററിംഗ് സ്റ്റേഷൻസ് ഉണ്ടാവും. പക്ഷെ അത് വളരെ വ്യാപകമായിട്ടുള്ള സ്റ്റേഷനിങ് എവിടെയും ഇല്ല, ഇന്ത്യയിൽ എവിടെയും ഇല്ല. നിങ്ങളെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പറഞ്ഞ സാധനത്തിൽ എനിക്ക് 1-2 കാര്യങ്ങൾ, അതായത് നേരത്തെ പറയില്ലേ മൈക്രോ ക്ലൗഡ് ബേഴ്സ് എന്ന് പറയുന്നത്, ഇതെനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിൽ കുറേയും കൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് 2018 പോലെ എല്ലാ ഇടങ്ങളിലും വെള്ളം കയറുന്നതിന് പകരം ചില ഇടങ്ങളിൽ ഒരുപാട് പെട്ടെന്ന് വെള്ളം കയറുന്നു, അതേസമയം മറ്റിടങ്ങളിൽ വളരെ സുരക്ഷിതമായിരിക്കും. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തൊരു ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട് മറ്റു സ്ഥലങ്ങളിൽ. ഒരുപക്ഷെ ടൗൺ മേഖലയിൽ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ഒരു കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ഉള്ളപ്പോൾ തന്നെ നിങ്ങളിവിടെ ഭയങ്കര പേടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഒരു കോട്ടയം പത്തനംതിട്ട ആ ബെൽറ്റിൽ ഇതൊരു ഇപ്രാവശ്യം നമ്മൾ കുറേ കൂടി ഭയങ്കര രൂക്ഷമായിട്ട് ഫേസ് ചെയ്തൊരു സിറ്റുവേഷനിൽ ഇതൊന്ന് പറയൂ. അതാ മഴ എത്രയാണ് പെയ്തത്? എനിക്ക് തോന്നുന്നു ആഗസ്റ്റിലൊക്കെ മൊത്തം പെയ്യേണ്ട മഴയുടെ ഒരു 90% മറ്റോ ആ സമയത്ത് തന്നെ ഒരാഴ്ച കൊണ്ട് പെയ്തു എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ എന്തോ അല്ലേ? നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ഫ്ലഡ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോഴാണ് കൂടുതൽ ആളുകൾ അതിൽ ശ്രദ്ധിക്കുന്നതും ആളുകൾ അതിൻ്റെ ഒരു മാനവികതയുടെ ഭാഗമായി കാണുന്നതും ജാഗ്രത പുലർത്തുന്നതും എല്ലാം. പക്ഷേ ഈ ഡാറ്റ എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രധാനം ഡ്രോട്ട് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ്. വരൾച്ച അത് മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യത്തോട് ക്ലബ് ചെയ്ത് പറയാൻ വേണ്ടിയാണ്. കുറേ നാളുകൊണ്ട് പെയ്ത് വീഴേണ്ട വെള്ളം, മഴ 1-2 ദിവസം കൊണ്ട് പെയ്ത് തീരുകയാണ്. ആ 1-2 ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ 2-3 മണിക്കൂർ കൊണ്ട് പെയ്യാണ്. അത് ഒരു വാട്ടർ ഷെഡിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. നമ്മൾ ആണ്ടുവട്ടം കണക്കെടുക്കുമ്പോൾ സീസണൽ, ഇപ്പോൾ കാലവർഷം കണക്കെടുക്കുമ്പോൾ കാലവർഷത്തിൽ ആവശ്യത്തിനുള്ള മഴ പെയ്തു എന്ന് പറയുമ്പോഴും ആ മഴ എങ്ങനെയാണ് പെയ്തത്, അതിൻ്റെ വിധാനം, അതിൻ്റെ വിന്യാസം തികച്ചും പഴയ രീതിയല്ല. ആ പ്രവണതകൾ മാറി. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം സ്റ്റോറേജ് ഉണ്ടായിട്ടില്ല, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ഉണ്ടായിട്ടില്ല, വെള്ളം വളരെ പെട്ടെന്ന് പെയ്യുന്നു. അപ്പോൾ ഇതുവരെയുള്ള വെള്ളത്തിൻ്റെ ഷോർട്ടേജ് എല്ലാം ഈ മഴ പരിഹരിക്കുമെന്ന് പറയുമ്പോൾ അത് ഒരു വരൾച്ചയെ ഭയപ്പെടുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇതിന്റെ കണക്ക് എങ്ങനെയാണ്? ഇപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ച പെയ്ത മഴയുടെ കണക്ക് എങ്ങനെയാണ്? അത് നമ്മളൊരു നോർമലി നമുക്ക് പെയ്യുന്ന മഴയായിട്ട് കമ്പയർ ചെയ്താൽ വളരെ കൂടുതലാണ്. ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു എക്സ്ട്രീം ഇവൻ്റ് ഉണ്ടായ, ഒരു റെയിൻ ഉണ്ടായ ദിവസം വഴിക്കടവ് എന്ന് പറയുന്ന വാഗമണിൻ്റെ മീനച്ചിലാറിന് വെള്ളം കൊണ്ടുവരുന്ന വഴിക്കടവ് ലൊക്കേഷൻ്റെ മഴ 306 മില്ലിമീറ്ററാണ്, 30 സെൻറ്റിമീറ്ററാണ് എന്ന് പറഞ്ഞാൽ അത് അതിതീവ്രമാണ്. ഇപ്പം നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് 2-3 മണിക്കൂർ കൊണ്ട് 100-ലധികം മില്ലിമീറ്റർ മഴ പെയ്താൽ ക്ലൗഡ് ബേസ്റ്റ് എന്ന് വ്യാഖ്യാനിക്കുമ്പം 306 മില്ലിമീറ്ററാണ് മഴ പെയ്തത്. പല സ്റ്റേഷനിലും 290, 260, 230. അത് നമ്മൾ മീനച്ചിൽ മേഖല അനുഭവിച്ചിട്ടുള്ള ഒരു മഴ സാഹചര്യമല്ല. ഇപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലൊരു സംഭവം നമ്മൾ 2018 വരെ നമ്മളൊരു ഇഗ്നോർ ചെയ്യുകയാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. കാലാവസ്ഥ വ്യതിയാനം അതല്ലെങ്കിൽ ഇതൊക്കെ വിദേശത്തെവിടെയോ സംഭവിക്കുന്ന കാര്യങ്ങൾ, പ്രളയം, അല്ലെങ്കിൽ പിന്നീട് ആസാം, അല്ലെങ്കിൽ പിന്നീട് വയനാട്. പിന്നെ നമ്മളിത് യാഥാർത്ഥ്യമായപ്പോൾ നമ്മൾ പാനിക്കായി. 2019 പാനിക്കായി, 20 പാനിക്കായി. പിന്നെ പാനിക്കാവാൻ പറ്റത്തില്ലല്ലോ, പിന്നെ പ്ലാനിങ് ആണ്. അപ്പോൾ 1 ഇഗ്നോർ ചെയ്യുക, 2 പാനിക്കാവുക, 3 പ്ലാനിങ്. നമ്മളതാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. നമ്മൾ ഒരു നീഡ് ബേസ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ കഴിയും, അതിന് നമുക്കൊരു കമ്മ്യൂണിറ്റിക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ചേർന്ന് നിൽക്കാൻ കഴിയുക. ഇതിപ്പോൾ നിങ്ങൾ ഡാറ്റ ട്രാക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു കൃത്യമായിട്ടൊരു ഡാറ്റാ ബേസ് ഇതിൻ്റെ കൂടെ ഉണ്ടായി വരുന്നുണ്ട്. എങ്ങനെയാണ് മഴ? എനിക്ക് തോന്നുന്നു ഈ 300 എന്നൊക്കെ പറയുന്നത് നോർമൽസിൽ നിന്ന് ഇത് 3 മടങ്ങ് മാറി നിൽക്കുന്ന ഒരു ഫിഗറാണത്. ഇപ്പം ഡോക്ടർ ഓക്സി മാത്യു കോളിനെ പോലുള്ള കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാർ, ആള് IITM പൂനെയിലെ ക്ലൈമറ്റ് സയന്റിസ്റ്റ് ആണ്, IPCCയുടെ ലീഡ് ഓതർമാരിൽ ഒരാളാണ്. ആള് മീനച്ചിൽ ബെൽറ്റിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിൽ പറയുന്നത് 1000 മില്ലിമീറ്റർ വരെ മഴ പ്രതീക്ഷിക്കണം. ഇതൊന്ന് പറയുക, എന്ത് പ്രത്യേകത ഉണ്ടാക്കിയെന്ന് പറയില്ല.
ഗ്രൗണ്ട് ലെവലിൽ 300 പെയ്യുന്ന സമയത്തുള്ള ഇമ്പാക്റ്റ് എന്താണ്? നമ്മളൊരു 100 പെയ്യുമ്പോൾ അത് സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അതൊരു 3 മടങ്ങായിട്ട് പെയ്യുന്ന അതിൽ സമയത്ത് ഇമ്പാക്റ്റ് എന്തായിരുന്നു? പല ഘടകങ്ങളുണ്ട് അതിൽ. ഒന്ന്, ഒരു 100 മില്ലിമീറ്റർ, ഇപ്പം ഇന്നലെ 100 മില്ലിമീറ്റർ മഴ മീനച്ചിൽ ബേസിനിൽ പെയ്തിട്ടുണ്ട്. 100-120 വരെ പെയ്തിട്ടുണ്ട്. ആവറേജ് 89.3 ആണ് 46 സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച്. ആ മഴ കൊണ്ടുവരുന്ന വെള്ളം പുഴയിൽ കൊണ്ടുവരുന്ന ഒരു വർധനവിനെ നമുക്ക് അസസ് ചെയ്യാൻ കഴിയും, നമുക്ക് ഏകദേശം ഊഹിക്കാൻ കഴിയും. പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ട് 300 മില്ലിമീറ്റർ മാതിരിയുള്ള മഴ പെയ്താൽ അത് പുഴയിൽ കൊണ്ടുവരുന്ന വെള്ളത്തെ നമുക്കൊരു തരത്തിലും കണക്കിലെടുക്കാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല, അതിന് പിന്നോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ അങ്ങനെയാണ് ലാൻഡ് സ്ലൈഡ്സ് പോലും നമ്മുടെ സിറ്റിസൺ സയൻസിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് അതാണ്. ഓരോ ലൊക്കേഷനിലും പിന്നോട്ടുള്ള മഴ എത്രയായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഒരു 60, മിനിങ്ങാന്നൊരു 130, അതിന് മുമ്പ് ഒരു 90. അങ്ങനെ ഒരു 5-6 ദിവസത്തെ ഡാറ്റ പരിശോധിക്കുമ്പോൾ മണ്ണ് കുതിർന്ന് നിൽക്കുകയാണ്. നന്നായി വെള്ളം അബ്സോർബ് ചെയ്ത് നിൽക്കുന്ന ഭൂമിയാണ് അവിടെ. അവിടേക്ക് ഒരു അസ്വാഭാവികമായ മഴ കൂടി വന്നാൽ ലാൻഡ് സ്ലൈഡ്സ് നമ്മൾ പ്രതീക്ഷിക്കണം. അതാണ് ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചതും അതാണ്. നന്നായി മഴ പെയ്ത് കുതിർന്ന് നിന്ന മീനച്ചിലിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലേക്കാണ് ക്ലൗഡ് ബേസ്റ്റ് മാതിരി വെള്ളം ലാൻഡ്. ഹ്യൂമൻ കോസ്റ്റ് ഒന്ന് പറയുമോ? ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ ഇതിൻ്റെ ഒരു ഹ്യൂമൻ കോസ്റ്റും കൂടി ഒന്ന് പറയുമോ? അതായത് ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ ജനങ്ങളെ ഇത് ബാധിക്കുന്ന ഏതൊക്കെ രീതിയിലാണ്? പക്ഷെ ഇത് നേരിട്ട് കാണുകയാണല്ലോ, ഗ്രൗണ്ടിൽ നിന്നിട്ട് നേരിട്ട് കാണുകയാണല്ലോ. നിങ്ങൾ റിലേറ്റീവ്സോ അയൽക്കാരോ ആൾക്കാരൊക്കെയാണല്ലോ ഇത് ബാധിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ആ സിറ്റുവേഷൻ? ഇത് പലതരത്തിലാണ്. ഇപ്പോൾ ഒന്ന്, വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ അത് നേരിട്ട് അവരെ ബാധിക്കുകയാണ്. ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി, ഒരു ഉരുൾപൊട്ടലുണ്ടായി, ആ പ്രദേശം അപ്പാടെ എടുത്തു പോവാണ്. അവിടെ ജീവഹാനി ഉണ്ടാവാം, ആളുകൾ മരിക്കാം, ആളുകളുടെ ജീവനോപാധികൾ പോവാം. ഇപ്പം നമുക്ക് തീക്കോയ് പോലുള്ളൊരു സ്ഥലത്ത് 12ഓളം പശുക്കൾ നഷ്ടപ്പെട്ട ഒരു കർഷകൻ കരയുന്ന വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ അവരുടെ ജീവനോപാധികളാണത്. മാത്രമല്ല, അവരതിനെ ഒരു ജീവനായിട്ട് തന്നെ പരിഗണിക്കുകയാണ്. ഒരു ഫാമിലി യൂണിറ്റായിട്ട് തന്നെയാണ് ഓരോ പശുക്കളും മറ്റു മൃഗങ്ങളും ഒക്കെ കഴിയുന്നത്. ഇവിടെ പോലും ആളുകൾ അത്തരം കാര്യങ്ങൾ അവെയറായി കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ ഓടിപ്പോയി നായ അഴിച്ചുവിട്ട കാര്യങ്ങൾ കർഷകർ ആവേശത്തോടെ പറയുന്നുണ്ട്. കാരണം അതിലവർക്ക് ജാഗ്രതയുണ്ട്. കാരണം മൃഗങ്ങളെ കെട്ടിയിടുമ്പോഴാണ് പലപ്പോഴും, അല്ലെങ്കിൽ അവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ ഒന്ന്, അങ്ങനെ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ. രണ്ടിനി അതിൻ്റെ ഒരു പിന്നീട് എന്താണ്? ഇപ്പോൾ ഉത്സവ പിറ്റേന്നെന്ന് പറയുന്ന പോലെ പിന്നെന്താണ്? അവർക്ക് ആ ഭൂമി മുഴുവൻ നഷ്ടപ്പെടുമ്പോൾ കർഷകൻ അന്ന് വരെ ലഭിച്ചുകൊണ്ടിരുന്ന ആദായങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. പിന്നെ ആ ഭൂമി റിജുവിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഭൂമിയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. അതുവരെ അധ്വാനിച്ചു കൊണ്ടുവന്ന കൃഷിയെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. രണ്ട്, അത് താഴേക്ക് എത്തുമ്പോൾ അതിൻ്റെ മാനസിക ആഘാതങ്ങളൊക്കെ വേറെയാണ്. ഈ നേരിട്ട് ഈ ഉരുൾ വരുന്നതും, വീടിന് മുന്നിലൂടെ 100 ഇഞ്ച് വലിപ്പമുള്ള മരങ്ങളൊക്കെ ശരവേഗത്തിൽ ഒഴുകിപ്പോകുന്നതും, അവർ വളരെ കൃത്യമായി രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആഘാതങ്ങൾ. ജീവൻ പോയവരുടെ ജീവൻ പോയി, കണ്ടു നിന്നവരുടെ മാനസിക ആഘാതങ്ങൾ, അത് വേറൊരു ഇമ്പാക്റ്റാണ്. മറ്റൊന്ന്, ഇടനാടുകളിലേക്ക് എത്തുമ്പോൾ വ്യാപാരി സമൂഹത്തിനുണ്ടാകുന്ന നഷ്ടം. ഇപ്പോൾ ഒന്ന്, ഓണം സീസൺ ആയിട്ടുകൂടി വലിയ തോതിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന വ്യാപാരികളുടെ കോടിക്കണക്കിന് രൂപയുടെ, ഒരു 40 കോടിയുടെയാണ് വ്യാപാരികൾക്ക് തന്നെ നഷ്ടം ഈ ഇടനാടൻ മേഖലയിൽ കണക്കാക്കിയിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ 10,000 രൂപ വെച്ച് ഓരോ വ്യാപാരിക്കും കൗണ്ടിൽ കൊടുക്കുന്നു പറയുമ്പം ഗവൺമെന്റിന്റെ കപ്പാസിറ്റിയുടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ അത് വളരെ ചെറിയൊരു ഫിഗറായിട്ട് മാറുന്നുണ്ട്. അത് വാസ്തവത്തിൽ നമുക്ക് കേൾക്കുന്നവർക്കും ഒരുപക്ഷെ അതിന് ഇരയാക്കപ്പെട്ടവർക്കും അതൊരു തമാശയായിട്ടോ പരിഹാസമായിട്ടോ പോലും തോന്നാൻ നമ്മൾ പറയുമെങ്കിലും, പക്ഷേ യാഥാർത്ഥ്യങ്ങളാണ് ഒരു ഗവൺമെൻറ് മെഷീനറിക്ക്. പക്ഷേ വീണ്ടും അവർ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പാക്കേജുകൾ ഉണ്ടാവാം, ഇപ്പം തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന. പക്ഷേ ഈ മൃഗങ്ങളെ കേസിൽ എനിക്ക് ഓർമ്മയുണ്ട്, മൃഗങ്ങളെ എല്ലാവരും കൂടി ഒരു ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റി, അങ്ങനെ എന്തോ ഒരു സംഭവം. അത് പേരൂരാണ്. പേരൂർ കിഴക്ക് പടിഞ്ഞാറൻ മേഖലയിൽ പേരൂര് ഗ്രൂപ്പിൽ സജീവമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, അതിൽ ഇടനാട് പടിഞ്ഞാറൻ മേഖലയിലുള്ള ആളുകൾ അതിൽ അംഗങ്ങളാണ്. അപ്പോൾ ഇതിലെ ട്രസ്റ്റഡ് വിവരങ്ങൾ, ഇൻഫർമേഷൻ അവർ ഡേറ്റും ടൈമും വെച്ച് അവിടെ 100 കണക്കിന് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 100 കണക്കിന് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻസോ പ്രവർത്തകരോ വിശ്വസിക്കുന്നത് ഈ സേവ് മീനച്ചിൽ റിവർ ആൻഡ് റെയിൻ മോണിറ്ററിംഗ് നെറ്റ്വർക്കിനൊപ്പമുള്ള അവരുടെ സുഹൃത്തിനെയാണ്. അപ്പോൾ പേരൂര് വെള്ളം ഏകദേശം മൃഗങ്ങളെ ബാധിക്കാം, ജീവനോപാധികളെ ബാധിക്കാം എന്നുള്ള ഒരു ധാരണ, ഇത്ര മണിക്കൂർ കൊണ്ട് വെള്ളം എത്താം, ഇവിടെ പെയ്ത വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കൊടുക്കുന്നു, പുഴയിലെ വെള്ളത്തിൻ്റെ ഉയർച്ച, ഈ ഉയർച്ചയും ഇരാറ്റുപേട്ട പാലാ ഭാഗത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ താഴ്ചയും, ഇവിടുന്ന് വെള്ളം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? പടിഞ്ഞാറോട്ട് വെള്ളം ഉയരുക എന്നാണ്. ഇവിടുന്ന് വെള്ളം വലിഞ്ഞ് അവിടേക്ക് എത്തുക. അപ്പോൾ അവരെന്താ ചെയ്തേ? ആദ്യത്തെ നിർദ്ദേശങ്ങൾ വരുമ്പോൾ തന്നെ അവർ മൃഗങ്ങളെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക്, മുൻകാലങ്ങളിലെ അവരുടെ അനുഭവമുണ്ട്, എങ്ങോട്ടേക്ക് മാറ്റാം, അപ്പം ഉയർന്ന സ്ഥലത്തേക്ക് അവർ മാറ്റുന്നു. വീണ്ടും രണ്ടാമത്തെ ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം 3-ാം ദിവസം വീണ്ടും 100 മില്ലിമീറ്ററിലധികം മഴ പെയ്യുന്നു. അപ്പോൾ അവർക്കറിയാം അവർ മാറണം, പിന്നീട് വീടിനുള്ളിൽ കഴിയാൻ പറ്റത്തില്ല.
അപ്പോൾ ആ വിധത്തിലുള്ള ഒരു പരസ്പരാശ്രിതമായ ഒരു ശൃംഖല പോലെയുള്ള ഇൻഫർമേഷൻ കൈമാറ്റത്തിലൂടെയാണ്. ഇതിൽ ഇപ്പം നേരത്തെ പറഞ്ഞതിൽ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടായിരുന്നു, അതായത് ഈ സ്റ്റേറ്റുമായിട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങൽ. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കേരളത്തിൽ പ്രത്യേകിച്ചും സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഒരു പോർമുഖം തുറക്കുന്ന പോലെയാവും ഇങ്ങനത്തെ ഓർഗനൈസേഷൻസ്. എനിക്ക് തോന്നുന്നു ഇപ്പം വരുന്ന ഒരുപാട് ഇപ്പം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ഓർഗനൈസേഷൻ അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. സ്റ്റേറ്റുമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. സ്റ്റേറ്റിന് നിങ്ങൾക്കും ആവശ്യമുണ്ട്, സ്റ്റേറ്റിന് നിങ്ങളെയും ആവശ്യമുണ്ട്. സ്റ്റേറ്റിൻ്റെ ലാർജർ മെഷീനറി ആ ആൾക്കാരെ മൂവ് ചെയ്യാനും, ഇപ്പം 2018 പ്രളയത്തിൻ്റെ സമയത്ത് 1 ലക്ഷം ആൾക്കാരെയൊക്കെ ആലപ്പുഴയിൽ മൂവ് ചെയ്ത അത്രയും വലിയ സ്കെയിലിൽ ആ ഓപ്പറേഷൻ നടത്തുന്ന സ്റ്റേറ്റ് തന്നെ വിചാരിക്കണം, പഞ്ചായത്ത് തൊട്ട് ഡിസ്ട്രിക്ട് കളക്ടർ വരെ. എന്നാൽ അതേസമയം സ്റ്റേറ്റിന് ഇല്ലാത്ത സാധനം നിങ്ങൾക്കുണ്ട്, ഒരു ട്രസ്റ്റ് ഫാക്ടർ, ഈ പറയുന്ന ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള റേറ്റ് മാനേജ്. ഇതൊന്നും പറയും സ്റ്റേറ്റുമായിട്ടുള്ള ആ ഒരു, കാരണം ഇത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഇന്നത്തെ കാലത്ത്. ഇതിൽ മീനച്ചിൽ ഗ്രൂപ്പും ഭൂമികയെ പോലെയൊക്കെയുള്ള ഞങ്ങൾ ഓൾ ഇന്ത്യസ് യഥാർത്ഥത്തിലൊരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പാണ്. നമ്മുടെ പ്രൈമറി പ്രവർത്തനങ്ങളല്ല ഈ പ്രവർത്തനം. നമ്മൾ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പാണ്. ചോദ്യം ചെയ്യുകയും ഇപ്പോൾ മണൽ സാൻഡ് മൈനിങ്ങിനെ വല്ലാതെ ചോദ്യം ചെയ്യുകയും കോടതി നടപടികളിലേക്ക് വരെ പോയ ഗ്രൂപ്പുകളാണ്. ഇപ്പം നമ്മുടെ മീനച്ചിൽ നദീ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ഡോക്ടർ എസ് രാമചന്ദ്രൻ സാർ റിട്ടയർഡ് കോളേജ് പ്രിൻസിപ്പളാണ്. ആളുടെ പെൻഷൻ തുക, ജോലി ചെയ്യുന്ന കാലത്ത് ശമ്പള തുക എല്ലാം വിനിയോഗിച്ചത് ഭൂരിഭാഗം വിനിയോഗിച്ചത് ഇത്തരം കാര്യങ്ങളുടെ കേസ് നടത്തിപ്പിന് വേണ്ടിയാണ്. പോരാളികളാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ പരിമിതികൾ നമുക്കറിയാം, ലിമിറ്റേഷനാണ്. അതല്ലാതെ അവരുടെ ഇന്നെഫിഷ്യൻസിയോ കാര്യക്ഷമതയില്ലായ്മയോ അവരുടെ ഇഗ്നോറൻസോ അല്ല, പരിമിതികളാണ്. ആ പരിമിതിയെ മറികടക്കാനാണ് നമ്മൾ അപ്പോൾ ഇതിൽ വേറൊന്ന്, മാധവ് ഗാഡ്ഗിൽ സാറ് തുടക്കം മുതലേ നമ്മുടെ ഈ പ്രവർത്തനത്തെ വീക്ഷിച്ച ആളാണ്. അപ്പോൾ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഡാറ്റകളുടെ മേൽ ഗവൺമെൻറ് ഏജൻസികളുടെ മോണോപോളി പൊളിക്കുന്ന പോരാളികളാണ് നിങ്ങൾ. അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യവും കേൾക്കാൻ സുഖമുള്ള കാര്യവും നമുക്കതൊരു ഒരു പുരസ്കാരം പോലെയാണ്. പക്ഷെ നമ്മൾ വാസ്തവത്തിൽ ആ നിലയിൽ അതിനൊരു പോരാട്ടമായിട്ടല്ല ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ഒരു കപ്പാസിറ്റിയാണ്, നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഗവൺമെൻറ് ഏജൻസികൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവരെ കൊണ്ടേ കഴിയൂ. അത് ഈ റിയൽ ടൈം റിപ്പോർട്ടിംഗ് മുക്കിലും മൂലയിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെപ്പോലൊരു സംവിധാനത്തിനെ കഴിയും. ഇത് ഭാഗ്യവശാൽ മീനച്ചിൽ ഉരുത്തിരിഞ്ഞൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ മഹാരാഷ്ട്രയിലെ ഭാവതാൾ എന്ന് പറയുന്ന ഒരു ഏജൻസി ഗ്രൂപ്പിന് ഡോക്ടർ ഓക്സി മാത്യു സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതെന്താണെന്ന് പരിശീലനം കൊടുത്തിരുന്നു, ഓൺലൈനിൽ ട്രെയിനിങ് കൊടുത്തിരുന്നു. 2022-ലാണ്, 21-22-ലാണ്. അപ്പോൾ അവർ ഈ സെഷനൊക്കെ കഴിയുമ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതിന് മാത്രം വോളണ്ടിയേഴ്സ് എങ്ങനെയാണ്? അപ്പോൾ അതിന് വലിയൊരു പശ്ചാത്തലമുണ്ട്. 30 വർഷക്കാലത്തെ മീനച്ചിൽ നദീ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ, ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെട്ടത്, അവരോടൊപ്പം നിന്ന് പോരാടിയത്, സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ നിരന്തരമായി സന്നദ്ധ പ്രവർത്തനം ചെയ്തത്, അവരുടെ NSS ക്യാമ്പുകളിലും അവരുടെ ആക്ടിവിറ്റികളിലും നമ്മൾ വോളണ്ടറിസം ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് നമ്മൾ നിർമ്മിച്ചൊരു വെബുണ്ട്. ആ വെബിലേക്കാണ് നമ്മൾ ഇതിനെ കൊണ്ടുവച്ചത്. എനിക്ക് വളരെ രസമായിട്ട് തോന്നി, അത് വളരെ ഹാർമോണിക്കലായിട്ട് ഇത് പോകുന്നുണ്ട്. അപ്പം ഇന്നലെ ഞാനത് നോട്ടീസ് ചെയ്യായിരുന്നു, ഈ ഗ്രൂപ്പിനകത്ത് അതായത് IMDയുടെ റിപ്പോർട്ടിനകത്ത് കോട്ടയത്ത് റെഡ് അലേർട്ട് ഇല്ല. അപ്പോൾ ഈ ഗ്രൂപ്പിലെ ആൾക്കാർ അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നു, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലെ ആൾക്കാർ പറയുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, IMDയുടെ ഇതൊരു കൊടുക്കൽ വാങ്ങലാണല്ലോ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പറയാൻ സാധിക്കുന്ന, കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ക്രിറ്റിസിസം എനിക്ക് തോന്നിയത് എല്ലാം റിയാക്റ്റീവാണ്. ഒരു മഴ പെയ്ത് ഫ്ലഡ് വന്നതിന് ശേഷം നടത്തുന്ന റിയാക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ് സ്റ്റേറ്റിൻ്റെ അത് വരുന്നത്. മഴ കഴിഞ്ഞു, ഫ്ലഡെല്ലാം കഴിഞ്ഞ് ഈ സീസൺ മാറിക്കഴിഞ്ഞാൽ ഇത് മറന്നു പോകുന്നൊരു സിറ്റുവേഷനെ എല്ലായ്പ്പോഴും ഇത് ഇത്ര റിയാക്റ്റീവ് ആവേണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അത് അടുത്ത മഴയുടെ മുന്നേ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇപ്പം 2018-ഉം 2026-ഉം നമ്മൾ കമ്പയർ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇതിൽ ഇപ്പോൾ പബ്ലിക് മെമ്മറീസ് ഷോർട്ട് ലിവ്ഡ് എന്ന് പറയുമല്ലോ. പൊതുസമൂഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ആയുസ് കുറവാണ്. അതാണ് ഇവിടുത്തെ എല്ലാ ഭരണകൂടങ്ങളുടെയും ആയുധം, ധൈര്യം. ഈ സങ്കടങ്ങളിൽപ്പെട്ട സമൂഹം, ഈ വേദനകളിൽ പെട്ട സമൂഹം ഇത് മറക്കാതിരുന്നാൽ എല്ലാ ഗവൺമെൻറ് മെഷീനറിക്കും ആക്ട് ചെയ്തേ പറ്റൂ. അടുത്ത ഒരു പ്രളയത്തിന് മുമ്പ് ഈ പ്രളയം തന്ന പാഠങ്ങൾ പരിഹരിച്ചേ പറ്റൂ, ആ പാഠങ്ങൾ പഠിച്ചേ പറ്റൂ, പ്രശ്നങ്ങൾ പരിഹരിച്ചേ പറ്റൂ എന്ന് വാശി പിടിക്കുന്ന ഒരു സമൂഹത്തിനോട് ഈ ഇഗ്നോറൻസ് ഒരു ഭരണകൂടത്തിനും കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ മറന്നു കളയാണ്. ഇപ്പം മീനച്ചിൽ ആറിനെ സംബന്ധിച്ച് ഇപ്പോൾ മണൽ വാരിയാൽ പ്രശ്നം തീരുമെന്നാണ് പുതിയൊരു നിലപാട്. ഗവൺമെൻറ് ഇപ്പോൾ മണൽ വാരാൻ പെർമിഷൻ കൊടുക്കുകയും ചെയ്തു. ഡിസാസ്റ്റർ വരുമ്പോൾ എന്ത് തീരുമാനവും പെട്ടെന്ന് എടുക്കാം, നിയമവശങ്ങൾ നോക്കേണ്ട കാര്യം പോലുമില്ല. പക്ഷേ നമ്മൾ പൂർണ്ണമായും വാദിക്കുന്നത് മീനച്ചിലാറിലെ മണൽ വാരുന്നത് അതീവ അപകടകരമായൊരു കാര്യമാണ്.
കാരണം മീനച്ചിലാറിൽ 2018-ലെയും 2021-ലെയും ഒക്കെ ഫ്ലഡിന് ശേഷം നിറയെ ചെളിയും മണലും മണ്ണും വന്ന് അടിഞ്ഞു എന്നാണ് ആരോപണം. നമ്മൾ 2021-ലെ ഫ്ലഡിന് ശേഷം വള്ളത്തിൽ ഇപ്പോൾ കോട്ടയം തൊട്ട് കുമരകം കായൽ വരെ നമ്മൾ നടത്തിയ യാത്രയുണ്ട്. കോട്ടയം തൊട്ട് വാഗമൺ തൊട്ട് കോട്ടയം വരെ ബസ്സിലും, കോട്ടയത്ത് നിന്ന് താഴത്തങ്ങാടി വരെ വള്ളത്തിലും, താഴത്തങ്ങാടിയിൽ നിന്ന് പഴുക്കാനില എന്ന് പറയുന്നത് കായൽ മുഖത്തേക്ക് ചേരുന്ന ഭാഗമാണ്. ഇപ്പോൾ മീനച്ചിലാറിലൊക്കെ ആരെങ്കിലും മരിച്ചിട്ട് മൃതദേഹമോ ഒക്കെ കിട്ടാതെ വന്നാൽ തിരഞ്ഞു ചെല്ലാവുന്നൊരു സ്ഥലം പഴുക്കാനില കായലാണ്. അപ്പോൾ അവിടം വരെ നമ്മൾ യാത്ര പോയി. അപ്പോൾ നമ്മുടെ ഈ മീനച്ചിലുണ്ട് ഈ മണൽ വാരണം എന്ന് പറയുന്ന ഈ പ്രദേശങ്ങൾ, ഇടനാടൻ പ്രദേശങ്ങളിൽ നമ്മൾ പരമാവധി നമ്മുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് വലിയ ഊന്നുവടികൾ, അളന്ന് തിട്ടപ്പെടുത്തിയ ഊന്നുവടികൾ വെച്ച് പരിശോധിക്കുമ്പോൾ പോലും മീനച്ചിലാറിൻ്റെ ആഴം വല്ലാതെ കൂടിക്കിടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഭരണങ്ങാനം, കൂറ്റനാട് കടവ് എന്നൊക്കെ, തറപ്പേൽ കടവ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വലിയ മരണങ്ങൾ, ചതിക്കുഴികളിൽപ്പെട്ട് 3-4 കുട്ടികൾ മരിച്ച സംഭവം വരെയുണ്ട്, നീന്തൽ അറിയാവുന്നവർ. പക്ഷെ ഇത് ഞാൻ അതിൽ അഭിപ്രായം പറയുന്നത് ശരിക്കും, ബിക്കോസ് ഐ എം നോട്ട് എൻ എക്സ്പേർട്ട്, ഐ എം ഓൺലി എ ജേർണലിസ്റ്റ്. അപ്പോൾ ഇതിൽ പക്ഷേ ശരിയാണ്, ഒരു തിയറി ഉണ്ട് ഈ പറയുന്ന ഡ്രഡ്ജിങ് കുറേയും കൂടി ചെയ്യണം. അത് ഗവൺമെൻറ് അതിനൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്ന്, റൂം ഫോർ റിവർ കൊണ്ടുവന്ന് ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്ത് അത് ആ വിചാരിച്ച പേസിൽ അത് മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ എനിക്കതിൽ എപ്പോഴും തോന്നിയിട്ടൊരു സംശയം, ഇതൊരു ഫ്ലഡിങ് എന്ന് പറയുന്ന ഒരു പുഴയുടെ പ്രശ്നമാണോ അതോ ഒരു മഴയുടെ പ്രശ്നമാണോ, ഇത് രണ്ടിൻ്റെയും കൂടി ചേർന്നൊരു കാര്യമാണോ എന്നുള്ളൊരു കാഴ്ചപ്പാട് ആൾക്കാർക്കിടയിലും വരേണ്ടതുണ്ട്. മഴയുടെ ഒരു പ്രശ്നം മാഷിപ്പോൾ പറഞ്ഞു, മൈക്രോ ആയിട്ടുള്ള ക്ലൗഡ് ബേസ്റ്റുകൾ, ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് മഴ പെയ്യുന്നു. പുഴയ്ക്കും ഒരു പ്രശ്നമുണ്ടല്ലോ, ഇത് ഈ മഴ കയറി ചെല്ലാനുള്ള റൂം ഇല്ലാത്ത പുഴകളാണ് നമ്മളെ പുഴകളെന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് നമ്മളെ പുഴകൾ വളരെ ചെറിയ പുഴകളാണ്. നാഷണൽ ലെവലിൽ ഒരു റിവറിൻ്റെ ഡെഫിനിഷൻ എടുത്ത് വെച്ചാൽ നമ്മൾ പുഴയൊന്നും പുഴയല്ല. ആ പുഴകളിൽ തന്നെ ഈ പറയുന്ന ഒരു ഫ്ലഡ് വരുന്ന സമയത്ത് കപ്പാസിറ്റിയിൽ ഒഴുകുന്ന ഒരു കനാൽ പോലെയാണത്. ആ ഒരു പൈപ്പ് ലൈൻ പോലെയാണ്. അപ്പോൾ ഇതിൽ പക്ഷേ ജനങ്ങൾക്ക് എത്രത്തോളം ഇത്തരം കാര്യങ്ങളിൽ അവയർനെസ് ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നദീ സംരക്ഷണ രംഗത്ത് നിൽക്കുമ്പോൾ പോലും നമ്മളെപ്പോഴും പറയും, ഒരു നദിയിൽ നിന്നുകൊണ്ട് നദീ സംരക്ഷണം പ്രായോഗികമായി നടക്കില്ല. അത് അതിൻ്റെ നീർത്തടത്തെ കൂടി വാട്ടർ ഷെഡിനെ കൂടി ബേസ് ചെയ്തുകൊണ്ടേ പറ്റൂ. ഇപ്പോൾ ഇവിടെ മഴയും പ്രശ്നമാണ്, മറ്റ് ഭൗതിക സാഹചര്യങ്ങളും ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ വൃഷ്ടിപ്രദേശങ്ങളിലെ കൃഷി കൂടുതലും ഇപ്പോൾ ഏകവിള കൃഷികളാണ്. കിഴക്കൻ മേഖലയിൽ ഏകവിള റബ്ബർ തോട്ടങ്ങളും ഒക്കെയാണ്. മുൻകാലങ്ങളെപ്പോലെ വെള്ളം റീചാർജ് ചെയ്യുന്ന സാഹചര്യങ്ങളില്ല. മണ്ണ് ഉറച്ചു പോയിട്ടുണ്ട്. മണ്ണിൻ്റെ ഓർഗാനിക് കാർബൺ കണ്ടൻറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട്. രാസവള പ്രയോഗത്തിൻ്റെയൊക്കെ ഒരു ആധിക്യം കൊണ്ടും ഒക്കെയാണ്. അപ്പോൾ ബഹുവിള കൃഷികളല്ല. ഇപ്പോൾ പല തട്ടിലുള്ള കൃഷികളാണെങ്കിൽ ആർത്തലച്ച് വീഴുന്ന എത്ര ശക്തിയുള്ള വെള്ളത്തുള്ളികളാണെങ്കിലും ശരി, തട്ടായി വന്ന് സോഫ്റ്റ് ലാൻഡിംഗ് ആണ് ചെയ്യുക. അപ്പം അതല്ല, ഇപ്പം നേരെ വന്ന് വെള്ളം മണ്ണിലേക്ക് പതിക്കുന്ന മാതിരിയുള്ള ഏകവിള മോണോക്രോപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വന്ന് വീഴുന്ന വെള്ളം പോലും ഈ മണ്ണിൻ്റെ ഘടന കൊണ്ട് അബ്സോർബ് ചെയ്യാൻ മടിച്ചിട്ട് വളരെ ചെരിവാണ്. നമ്മുടെ മലയോരങ്ങളെല്ലാം ചെരിവാണ്. ആ ചെരിവിനെ പ്രയോജനപ്പെടുത്തി വളരെ പെട്ടെന്ന് തന്നെ പുഴയിൽ വരും. പുഴയ്ക്ക് പടിഞ്ഞാറോട്ട് സ്വാഭാവികമായ ചെരിവാണ്. ആ ചെരിവിൻ്റെ വേഗതയിൽ വെള്ളം ഒന്ന് ഫ്ലാഷ് ഫ്ലഡുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സാഹചര്യം അവിടെയുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ചെറിയ തോടുകൾ പുഴയിൽ വന്നു കഴിയുമ്പോൾ ആ ഇതിൻ്റെ വീതി, എൻക്രോച്ച്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും. അപ്പം നമുക്ക് പഴയ കാലം ചർച്ച ചെയ്ത് നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ തെളിവോടുകൂടി നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. പുഴയുടെ വീതി വല്ലാണ്ട് കുറഞ്ഞു പോയിരിക്കുന്നു. പുഴയുടെ ആഴം കൂടിയിട്ടേ ഉള്ളൂ. പുഴയുടെ ആഴം മണ്ണും മണലും വന്ന് നിറഞ്ഞിട്ടില്ല. ചില സ്ഥലങ്ങളിലെങ്കിലും ഫ്ലഡിൻ്റെ ഭാഗമായി വന്ന് തിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തിട്ടുപോലും വീതിയുള്ള ഒരു പുഴയുടെ സ്വാഭാവിക പ്രവണതയാണ്. ചെളി വന്നടിഞ്ഞ് ഇരു തീരങ്ങളും ആ ഒരു ഷേപ്പാണ്, ഒരു ഓവൽ ഷേപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യുക. എൻക്രോച്ച്മെൻറ്റ് വലിയൊരു പ്രശ്നമാണ്. എൻക്രോച്ച്മെൻറ്റ് രണ്ട് രീതിയിലുണ്ട്. എൻക്രോച്ച്മെൻറ്റ് ഒന്ന്, സ്വകാര്യ വ്യക്തികളുടെ എൻക്രോച്ച്മെൻറ്റ്. അവർ പതിയെ കെട്ടിയെടുത്ത് പുഴയുടെ തീരം എടുത്തു പോകും. രണ്ട്, ഔദ്യോഗികമായ വികസനങ്ങളുടെ പേരിൽ ഗവൺമെൻറ് ഏജൻസികൾ പോലും നടത്തുന്ന എൻക്രോച്ച്മെൻറ്റ്. ഇപ്പം നമുക്ക് അറിയാം, ചില റോഡ് ഡെവലപ്മെൻറ്റ്, അത് വികസനത്തിൻ്റെ പേരിൽ ആരും പരാതിപ്പെടാറില്ല. കാരണം നമുക്കൊരു പുതിയ യാത്രാമാർഗം തുറന്നു വരുന്നു, പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുന്നു. അപ്പോൾ ആരും ഈ ഒരു ബേസിക് പ്രശ്നത്തെക്കുറിച്ച് ഇനി ജനത്തിൻ്റെ പ്രയോറിറ്റി ഇതാവണം എന്നാണ് ഞാൻ പറയുന്നത്. എന്ത് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലുള്ള ഡിസ്കഷൻ വന്നാലും ആദ്യം ഞങ്ങളുടെ ജീവനോപാധിയും അതിനുശേഷമുള്ള ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും മതി. പുഴയെ കവർന്നെടുത്തുകൊണ്ടുള്ളത് വേണ്ട. പിന്നെ നെൽപ്പാടങ്ങൾ, ഇപ്പോൾ പാലയിലൊക്കെ ഇപ്പം പല അനുഭവസ്ഥരും പറയുന്നുണ്ട്, പാലയുടെയും പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നെൽപ്പാടങ്ങളിലേക്ക്, കിടങ്ങൂരൊക്കെ ഉണ്ടായിരുന്ന, ചേർപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്ന നെൽപ്പാടങ്ങളിലേക്കൊക്കെ വിന്യസിക്കപ്പെടുന്ന വെള്ളത്തിൻ്റെ സാഹചര്യങ്ങൾ ഇന്നില്ല. ഒരിടത്തേക്കും വെള്ളത്തിനൊന്നും പടരാൻ കഴിയുന്നില്ല. വെള്ളം നമ്മൾ ആറ്റുതീരങ്ങൾ, റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ചത് എന്തിനാണ്? ആറ്റുതീരം കെട്ടാനാണ്. റിവർ മാനേജ്മെൻറ്റ് ഇൻവേർട്ടഡ് കോമയിലാണ് അത്. പക്ഷേ പലരും അവരുടെ ആറ്റുതീരം ഇടിയുമ്പോൾ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടൊക്കെ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതൊരു കനാല് മാതിരിയാണ്.
അപ്പോൾ വെള്ളം വളരെ പെട്ടെന്നൊരു കുഴൽ പോലെ ഓടി. ഇപ്പോൾ കായൽമുഖം ഉയർന്നു, മീനച്ചിലാർ താന്നുമാണ്. ഉപ്പുവെള്ളം അനുവദിക്കപ്പെടാവുന്നതിലും വളരെയേറെയായി കിടങ്ങൂർ വരെ എത്തിയിരിക്കുന്നു. അപ്പോഴാണ് ഇനിയും മീനച്ചിലാറ് ആഴം കൂട്ടണം എന്ന് പറയാം. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു വെള്ളം കയറുന്നതിൻ്റെ അളവ് കൂടും, അനുവദനീയമായതിലും കൂടുതൽ ഉപ്പുവെള്ളം വരും, സമീപ പ്രദേശങ്ങളിലെ വാട്ടർ സോഴ്സുകളെ ബാധിക്കും, വെള്ളം ഇറങ്ങിപ്പോകാൻ മടിക്കും. കായൽമുഖവുമായി മീനച്ചിലാറ് വീണ്ടും താഴ്ക്കാനാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഈ മണൽ ബെഡ് നഷ്ടപ്പെടുത്തിയാൽ വരൾച്ച എന്നുള്ളത് നമ്മുടെ സമീപ ഭാവിയിൽ തന്നെ നമ്മൾ വലിയ തോതിൽ നേരിടേണ്ടി വരും. കാരണം മണൽ ബെഡാണ് വെള്ളത്തെ സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ പ്രാദേശിക പ്രദേശങ്ങളിലേക്ക് വെള്ളത്തെ അബ്സോർവ് ചെയ്യുന്നത്, സമാഹരിക്കുന്നത് മണ്ണിനടിയിലുള്ള പുഴയുടെ മണൽ ബെഡാണ്. ഉയരങ്ങളിലൂടെ ഭയങ്കര സ്പീഡിൽ വെള്ളം ഒഴുകുന്നു തോന്നുമ്പോഴും അടിയിൽ കൂടെ വെള്ളം സ്ലോയാണ്. കാരണം ആ മണൽ ബെഡിൻ്റെ പിൻബലത്തിലാണ്. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകുന്നത്. പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുഴയിലേക്ക് കിടക്കുന്ന വൃക്ഷശിഖരങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നുണ്ട്. അതെല്ലാം വെട്ടി മാറ്റണം എന്ന് പറയുന്നു. പക്ഷേ വീതി ഉണ്ടായിരുന്നൊരു പുഴയിൽ, ഒരു നദിയുടെ തീരങ്ങളിലെ വൃക്ഷത്തലപ്പുകൾ എന്ന് പറയുന്നത് പ്രദേശവാസികൾക്ക് വലിയ അനുഗ്രഹമാണ്. ആ പ്രദേശങ്ങളിലേക്ക് വെള്ളത്തെ ചിറക് പോലെ വകഞ്ഞ് കയറ്റുന്നതും വെള്ളം സ്റ്റോർ ചെയ്യുന്നതും പിന്നീട് വേനൽക്കാലത്ത് അത് ഡിസ്ചാർജ് ചെയ്യുന്നതും ഇതൊക്കെ പരമ്പരാഗതമായ അറിവുകളും അനുഭവങ്ങളുമാണ്. ഇതിൽ നമ്മൾ തിരിച്ച് ഈ ഫ്ലഡിൻ്റെ സിറ്റുവേഷനും അതിൻ്റെ മോണിറ്ററിങ്ങിലേക്ക് തിരിച്ചു വന്നാൽ വ്യക്തിപരമായിട്ട് ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്? കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരു എബി ഇമാനുവൽ രാത്രി 12 മണിക്ക് വാട്സപ്പിലുണ്ട്, രാത്രി 2 മണിക്ക് വാട്സപ്പിലുണ്ട്, 4 മണിക്ക് വാട്സപ്പിലുണ്ട്. നിങ്ങളിത് വ്യക്തിപരമായിട്ട് ബാധിക്കുന്നില്ലേ? ഇത് മടുക്കുന്നില്ലേ നമ്മളൊരു പോയിന്റ് കഴിയുമ്പോൾ? മടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പല ഘടകങ്ങൾ കൊണ്ടാണ്, മുമ്പ് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു ഉത്തരവാദിത്വ ബോധം നമ്മളിൽ അറിയാതെ നമ്മളെ അത് സ്വാഭാവികമായും ബാധിക്കും. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇന്നലെ പകൽ എന്ന് പറയുന്നത് വേറൊരു ഇവൻറ്റിന് വേണ്ടിയുള്ള മുന്നറിയിപ്പുകളുടെ ഒരു ഗ്യാപ്പിൽ വീട്ടുപരിസരത്ത് തെളിയുന്ന ഒരു ചെറു വെയിൽ, വീട്ടിലെല്ലാവരും കൂടി ചേർന്ന് നനഞ്ഞു കിടക്കുന്ന വസ്ത്രങ്ങൾ വിരിച്ചിടുന്നതോടൊപ്പം നമ്മൾ പതിയെ നമ്മുടെ കിടക്കയിലേക്കൊന്നും അറിയുന്ന സമയമാണ്. കാരണം ആ ഇളം വെയിൽ നമുക്ക് തരുന്നൊരു സാന്ത്വനമുണ്ട്. പക്ഷേ നമുക്കറിയാം വൈകുന്നേരം ഇതല്ല, ഈ മോഡൽ ചേഞ്ച് ആവാൻ പോവാണ്, പുതിയൊരു ഇവൻറ്റിന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. അപ്പം നമ്മൾ എന്താണ് മക്കളോട് പറയുന്നു, നമ്മുടെ പവർ ബാങ്കുകളൊക്കെ ചാർജാക്കി വെക്കണം, ഫോൺ ലൈവായിരിക്കണം. ഇമാതിരി കാര്യങ്ങളൊക്കെ നമ്മളുടെ സിസ്റ്റം സജ്ജമാക്കാൻ പറഞ്ഞിട്ട് നമ്മളൊന്നും മയങ്ങുകയാണ്. അപ്പം നമ്മളെ തന്നെ വീണ്ടെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഒരു ഹാപ്പിനെസ്സിൽ അധിഷ്ഠിതമാണ്. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. ഇതിന് നമ്മളിതൊരു വലിയ സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു നെറ്റ്വർക്ക് ഇതിൻ്റെ ഭാഗമായി നിന്ന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊരു ജീവൻ്റെ വലയിൽ കോർത്ത ഒരു കുടുംബമാണ്. അപ്പം ആ ബന്ധങ്ങൾ, ഒരു ഇവൻ്റ് വരുമ്പോൾ അവരുമായിട്ടെല്ലാം ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അവർ തരുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്കുകൾ, ഇതിന് കഴിയുമ്പോൾ മനുഷ്യ സഹജമാണല്ലോ, ഇത് കഴിയുമ്പോൾ കിട്ടുന്ന നന്ദി സന്ദേശങ്ങൾ, അല്ലെങ്കിൽ പലപ്പോഴും പലതരത്തിലുള്ള ഏജൻസികൾ, ഇപ്പോൾ CWRDMൻ്റെ അല്ലെങ്കിൽ ക്യുസാറ്റിൻ്റെ അല്ലെങ്കിൽ KSDMയുടെ ഒക്കെ ഉയർന്ന തലത്തിലിരിക്കുന്ന ആളുകൾ മെസ്സേജിലൂടെ തരുന്ന ഒരു അപ്രീസിയേഷൻ. ബാങ്കുകൾ പോലും നിങ്ങളെ വിളിക്കുന്നു അല്ലേ? ആണ് മുഴുവൻ. അപ്പോൾ വാസ്തവത്തിൽ രാത്രി കാലങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആളുകൾ, ഉദ്യോഗസ്ഥർ, ജില്ലാ ഭരണകൂടത്തിലെ ആളുകൾ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഇൻ്റർ ഏജൻസി ഗ്രൂപ്പിൻ്റെ ചുമതലയുള്ള ആളുകൾ, ഇവരൊക്കെ അവർക്ക് ധൈര്യമായി ഞങ്ങളുടെ ഒക്കെ ഫോണിലേക്ക് 1 മണിക്കും 2 മണിക്കും 3 മണിക്കും വിളിക്കാം. കാരണം അവർക്കറിയാം നമ്മൾ സജീവമായി ആ സമയത്തുണ്ടാവും. അപ്പോൾ അതിൻ്റെ വേറൊരു വശം കൂടി കാണണം, അവരും ഉണർന്നിരിക്കുന്നു. ഇപ്പോൾ ഇതിൽ ഒരു ഉദാഹരണം, ഇപ്പോൾ കൂട്ടിക്കൽ പോലുള്ളൊരു സ്ഥലത്ത്, മീനച്ചിൽ ബേസിൻ അല്ല, മണിമലയാർ ബേസിനാണ്. അപ്പോൾ അവിടെ കൂട്ടിക്കൽ സംഭവത്തിന് ശേഷം ഒരു 2 വർഷം കഴിയുമ്പം ഭൂമിക്കയുടെ ഇനിഷ്യേറ്റീവിൽ അവിടെ കുറച്ച് കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് ഈ മോഡൽ അവിടെ ഒന്ന് ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ കൃത്യമായ ഒരുപാട് അനുഭവങ്ങൾ. ആ കുട്ടികൾ അവരുടെ 9 ലൊക്കേഷനിൽ നിന്നും 11 ലൊക്കേഷനിൽ നിന്നും അതിതീവ്രമായ മഴ 8:30-9 മണിയാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് 180-190 എത്തുന്നു. നമുക്കറിയാം അത് അതിതീവ്ര മഴയാണ്. നമ്മളപ്പോൾ തന്നെ പിറകോട്ടുള്ള കണക്കുകൾ നോക്കുന്നു. അപ്പോൾ അവിടെ 90-80 നല്ല തോതിൽ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ സൗഹൃദങ്ങളുള്ളതുകൊണ്ട് അവരെ വാട്സാപ്പിൽ വിവരം അറിയിക്കുന്നു. അവരപ്പോൾ തന്നെ ഔദ്യോഗികമാണല്ലോ, അവർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിക്കുന്നു. അപ്പോൾ റവന്യൂവിൻ്റെ ആളുകൾ പറയുകയാണ് എല്ലാം ഓക്കെയാണ്. കാരണം ഒന്ന് അവർക്ക് അറിവ് കിട്ടിയിട്ടുണ്ടാവില്ല, 2 രാത്രിയാണ്. ഇനി അതിനുവേണ്ടി ഞാൻ പരിഹസിക്കുകയല്ല, മറിച്ച് അപ്പോൾ അവർ നമ്മളോട് പറയുന്നു റവന്യൂ പറയുന്നല്ലോ അല്ലേ ഓക്കെ ആണെന്ന്. അപ്പം നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു നോ, ബോൾഡ് ക്യാപിറ്റലിൽ ഒരു നോ അയക്കുകയാണ്, വേറെ ഒന്നുമില്ല. അപ്പം തന്നെ വി ആർ നോട്ട് ഗോയിങ് ടു ലെറ്റ് ദം സ്ലീപ്പ് എന്നാണ്. റവന്യൂവിനെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഉറക്കുന്നില്ല എന്നാണ്
ഞങ്ങൾക്ക് തന്ന മറുപടി. ശേഖറാണോ? താഴെ അദ്ദേഹം ശേഖർ സാർ നമ്മളെ വളരെ നന്നായി ഫോളോ ചെയ്യുന്ന ആളാണ്, പക്ഷേ ഓഫീസിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിർദ്ദേശം വരുന്നു, ഫയർഫോഴ്സിനോട് ഇറങ്ങാൻ പറയുന്നു, പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് ആ സ്ഥലങ്ങളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കം നടത്താൻ പറയുന്നു. അന്ന് രാത്രി ഒരുപാട് ലാൻഡ് സ്ലൈഡ്സ് അവിടെ ഉണ്ടാകുന്നു. റോഡ് ബ്ലോക്കായി. രാത്രി തന്നെ JCB വന്ന് റോഡ് ക്ലിയർ ചെയ്യുന്നു. പക്ഷേ 10:11 കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആരും പറയാതെ വീണ്ടും അറിയിക്കുകയാണ്. അവർ മെഷർ ചെയ്തത് ആരും അറിയിക്കാതെയാണ്. കാരണം അവർക്ക് രാവിലെ 8:30 അളന്നാൽ മതി, പിറ്റേന്ന് രാവിലെ 8:30 അളന്നാൽ മതി. അപ്പോൾ അവർ നമ്മളോടൊരു 11 മണിയാകുമ്പോൾ പറയാണ് എല്ലായിടത്തും മഴ ശാന്തമായി. അപ്പോൾ നമ്മൾ അറിയിക്കുന്നു മഴ ശാന്തമായി. അപ്പോൾ അവർ പറയുന്ന എല്ലാം ഒന്ന് ഹോൾഡ് ചെയ്യുക, ഞങ്ങൾക്കും ഉറങ്ങാമല്ലോ. ഇതാണ് ഇതിൻ്റെ ഒരു. അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഇപ്പോൾ ഈ പറഞ്ഞ സാധനം തന്നെ, ഇത് സാധാരണ ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ട്, അവിടെ കുറേ ആൾക്കാർ മരിച്ചതിന് ശേഷമാണ് അത് വാർത്തയാവുന്നത്. ഇത് ആവാതെ പോകുന്ന സമയത്ത് പലപ്പോഴും ഇത് വാർത്തയാവില്ല. പക്ഷെ എന്തുകൊണ്ട് അത് നടന്നില്ല എന്നുള്ളതും വാർത്തയാവില്ല. അതിൻ്റെ ഒരു ഇതാണുള്ളത്. പക്ഷേ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നിയൊരു കാര്യം, എങ്ങനെയാണ് ഈ പറയുന്ന പൂനാർ പോലത്തെ ഒരു ബെൽറ്റിൽ ജനിച്ച് വളർന്ന ഒരു കക്ഷി ഒരു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് ഒരു PSCക്കൊക്കെ പോകേണ്ട ഒരു കക്ഷി ഇങ്ങനെ ഒരു 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 NGO പ്രവർത്തനവും നദീസംരക്ഷണ സമിതിയും ഒക്കെ ആയിട്ട് ഒരു കീറി ജുബിയൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു പൊസിഷനിൽ എത്തുന്നത് അതിൽ അറിയില്ല. അത് ഒരു പക്ഷേ സ്വാഭാവികമായി എത്തിപ്പെട്ട ഒരു സാഹചര്യമാണ്. ഒന്ന് വീടും പരിസരവും, പേരൻസ് അല്ലെ ഗ്രാൻഡ് പേരൻസ് നമ്മളെ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ ചെറുപ്പകാലത്തൊക്കെ അവരുടെ ഒരു പ്രേരണയിൽ നമ്മൾ ചെറുതായി ചെയ്തു തുടങ്ങിയ എന്തെങ്കിലും ഒരു കാര്യത്തെ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്ത പരിസരവാസികൾ, സുഹൃത്തുക്കൾ, അതിൽ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു മോട്ടിവേഷൻ, പിന്നീട് അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഉത്തരവാദിത്വ ബോധം. ഒരു പക്ഷേ ചെറുപ്പകാലത്തൊക്കെ ആ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊള്ളാം, നന്നായിരുന്നു, അല്ലെങ്കിൽ സംസാരിച്ചത് നന്നായി, ആ ചെയ്തത് നന്നായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോത്സാഹനം കൂടി ആവാം. പക്ഷെ പിന്നീടാണ് നമ്മൾ കുറച്ചുകൂടി ഒരു നീഡ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ തേടി പിടിച്ച് ചെയ്യാനും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കാനും പലപ്പോഴും നമ്മൾ പറയും ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നത് ആ മെത്തഡോളജി അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടൊന്നുമല്ല. ഇപ്പോൾ MSW ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, പ്രോബ്ലം ട്രീ അനാലിസിസ്. നമ്മളൊരു പ്രശ്നവൃക്ഷ പരിഹാരം, അപ്പോൾ ആദ്യം ബ്രാഞ്ചസ് ആണ് ഒരു മെയിൻ ഇഷ്യൂസ്. അപ്പം അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമ്പം നമുക്കതിൻ്റെ ശിഖരങ്ങളിലേക്ക് എത്തുന്നു. ഇലകളിൽ നിന്ന് ശിഖരങ്ങളിൽ വരുന്നു പ്രശ്നം, തായ്തടിയിലേക്ക് വരുന്നു, വേരുകളിലേക്ക് വരുന്നു. ആ വേരിൽ നിന്നുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു. ഇപ്പോൾ എന്തോ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ വേരിൽ നിന്നുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ആ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അറിയാതെ എക്സ്റ്റൻഷൻ ഉണ്ടാവും. ഇതൊരു മോഡലായിട്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ഇത് എത്രത്തോളം സസ്റ്റൈനബിൾ ആണ് ഈ മോഡൽ എന്ന് പറയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു നമ്മളൊരു ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ഇതിനകത്ത് പെട്ടിരിക്കുകയായിരിക്കും. നമ്മൾ ഫുൾ ടൈം ഇതിനു വേണ്ടി വർക്ക് ചെയ്യണം, രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ. അതിന് കൃത്യമായിട്ടൊരു ശമ്പളമോ അല്ലെങ്കിൽ ഒരു സാലറീഡ് ആയിട്ടൊരു പൊസിഷനല്ല, യാത്ര ചെയ്യണം. ഏതെങ്കിലും തരത്തിലൊരു നഷ്ടബോധം തോന്നിയിട്ടുണ്ടോ? അന്ന് പഠിച്ച സുഹൃത്തുക്കളെല്ലാം ഇന്ന് ജോലി ചെയ്തോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് വക്കിലെത്തോ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതിൽ ഞങ്ങൾ ഈ ഒരു പൊസിഷനിലാണ്, നീ എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുന്ന ഒരു പക്ഷമുണ്ടെങ്കിലേ നമുക്കത് ഉള്ളൂ. ആ മുഴുവൻ ആളുകളും നമ്മളെപ്പോലുള്ള, എന്നെപ്പോലുള്ള അല്ലെങ്കിൽ എന്നൊപ്പമുള്ള ആളുകൾ ചെയ്യുന്ന ആ പ്രവർത്തനത്തെ ജാഗ്രതയോടെയും വളരെ അപ്രീസിയേഷനോടെയും കരുതലോടെയും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മേഖലയാണ്, അതൊക്കെ ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഹാപ്പിനെസ് ആണ് ഇതിൻ്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ അറിയാതെ അനുഭവിക്കുന്ന ഒരു സന്തുഷ്ടിയുണ്ട് അതിനുള്ളിൽ. അപ്പോൾ അത് എവിടെ നിലയ്ക്കുന്നോ അവിടെ ഇതെല്ലാം നിൽക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഹാപ്പിനെസ് എവിടെ നഷ്ടപ്പെടുന്നോ, ഇപ്പോൾ അടുത്ത നാളുകളിൽ ഇപ്പോൾ ഭൂമികയെ പോലെയൊക്കെയുള്ള ഞങ്ങളുടെ ഓർഗനൈസേഷൻ 23 വർഷമാവുന്നു. മീനച്ചിൽ നദീ സംരക്ഷണ സമിതി 30 വർഷത്തോളം ആവുന്നു. ഈ രണ്ട് ഓർഗനൈസേഷനും നിറയെ കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ്, നിറയെ കാര്യങ്ങൾ. അപ്പോൾ അതിന് വിത്തൗട്ട് ഫണ്ടിങ്, ഇതുവരെ ഒരു ഫണ്ടിങ് അതിനില്ല, ഒരു പ്രോജക്റ്റുകളില്ല. NGO എന്നുള്ള പേര് മാത്രമാണുള്ളത്. പക്ഷേ അപ്പോഴും ഇതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരുപാട് പേരുടെ ഒരു ലോക്കൽ റിസോഴ്സ്. എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത? ഇപ്പം നമ്മുടെ മറ്റു പല, ഇപ്പോൾ ആ വിഷയം നമ്മുടെ ചർച്ചാ വിഷയം അല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഭൂമികയുടെ നേറ്റീവ് വിൻഡോകൾ സ്ഥാപിക്കുമ്പോൾ ഒരു നേറ്റീവ് വിൻഡോയുടെ 10x10 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ടെൻറ്റിലാണ് ചിലപ്പോൾ വിൻഡോ പ്രവർത്തിക്കുക. അതിന് വേണ്ടി വരുന്നത് ഒരു 10,000 രൂപയാണ്. അപ്പം നമ്മളപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഒരു നിസ്സഹായത പറയുകയാണ്. അപ്പം തന്നെ അത് വാങ്ങി ഏൽപ്പിക്കാൻ തയ്യാറുള്ള ഒരു നേറ്റീവ് വിൻഡോ എന്ന് പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, അത് ഒരു ഷോപ്പ് പോലെയാണ്. എന്തും ആവാം, അവിടെ ഒരു ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ ആവാം ആ വിൻഡോ, അല്ലെങ്കിൽ അത് കർഷകർ ഈ പറയുന്ന ഡയറക്റ്റായിട്ട് ആൾക്കാർക്ക് അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആവാം. അങ്ങനെ ഒരു കട നമ്മളെല്ലാ മൂലയിലും എനിക്ക് മാഷോട് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ മാഷ് ഉപയോഗിക്കുന്നത് എനിക്ക് ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ സാമ്പത്തിക വിഷാദം എന്നൊരു വാക്ക് ഉപയോഗിച്ചു.
ഫൈനാൻഷ്യൽ ഡിസ്ട്രസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ പരിഭാഷയാണ്. പക്ഷെ ഇത് നമ്മുടെ ജൈവികമായിട്ട് നമ്മുടെ പരിസരത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ചില അറിവുകളുടെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു രീതിയിൽ അതുപോലെ മഴ പേടി എന്നൊരിക്കലും ഉപയോഗിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. മഴ പേടി എന്നുള്ളൊരു വാക്ക് അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നുന്നു മഴയുമായിട്ടുള്ള നമ്മുടെ പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പ് മാറുന്നതിൻ്റെ ഭാഗമാണ് ഇങ്ങനത്തെ. ഇപ്പം മാഷ് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ ഭീകരമായ മഴ എന്ന് പറയില്ല, അതിതീവ്ര മഴ എന്ന് പറയും. കുറേ കൂടി ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ളൊരു വാക്ക്. അതിതീവ്ര മഴയ്ക്ക് ഒരു ഡെഫിനിഷനുണ്ട്, ഭീകരമായ മഴ എന്തും ആവാം. ഇതൊന്ന് പറയൂ, ഈ മഴയുമായിട്ടുള്ള റിലേഷൻ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് മീനച്ചിലാറിൻ്റെ ചാരെ വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് മഴയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മാറിയത് എന്നുള്ളത് ഓവർ എ പീരീഡ് ഓഫ് ടൈം? അത് മുമ്പ് സൂചിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെ കാരണം. നമുക്കിപ്പോൾ 2018 ശേഷം നമുക്ക് മഴയെ ഭയമുണ്ട്. കാരണം മഴയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്. മഴയെ നമുക്ക് നിർവചിക്കാൻ കഴിയുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഒരു ദേഷ്യത്തിലേക്കും വളരെ പെട്ടെന്ന് തന്നെ സ്വഭാവ വൈകൃതങ്ങളിലേക്കും ഒക്കെ മാറുന്ന ഒന്നായിട്ട് മഴ മാറുന്നുണ്ട്. ഇപ്പം അതിനിടയിൽ പോലും ഗ്രൂപ്പിൽ ശ്രദ്ധിക്കുക, ഒരുപക്ഷെ മനസ്സിലാവും, ഞാൻ മഴയുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എഴുതുന്നൊരു കാര്യമുണ്ട്, ലളിതമായ മഴ. അത് വേറെ ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അത് മനസ്സിനെ സന്തോഷിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും വേണ്ടി എഴുതുന്നതാണത്. കാരണം നമ്മൾ അതിശക്തമാണ്, ശക്തമായി, തീവ്രമായി എന്നൊക്കെ റിപ്പോർട്ട് ചെയ്ത് മടുക്കുന്നതിനിടയിൽ അത് മനസ്സിനൊരു വിഷാദം കൂടിയാണ്. സാമ്പത്തിക വിഷാദം പോലെ മറ്റൊരു സംഗതിയാണത്. ആ വിഷാദത്തിലങ്ങ് നിൽക്കുമ്പോൾ നമ്മളെ തന്നെ സാന്ത്വനിപ്പിക്കാനാണ് ഈ ഭാഷകൾ കൂടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് ലളിതമായ മഴ. അത് മിതമായ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലളിതമെന്ന് പറയുമ്പോൾ അത് കുറേ കൂടി ഹൃദ്യമാണ്, കുറച്ചുകൂടി അത് അത്തരം ചില കാര്യങ്ങൾ. അപ്പോൾ അരുവിക്കച്ചാൽ വാട്ടർഫോൾ, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നൊരു വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഹയസ്റ്റ് വാട്ടർഫോൾ ഇൻ കോട്ടയം. വലിയ തോതിൽ ഇപ്പോൾ വൈറലായി, ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ലൈബ്രറി ബുക്കും അല്പം ചിപ്സും ഒക്കെ ആയിട്ട് പോയി സ്വസ്ഥമായിരുന്ന് ബാല്യകാലം ചെലവഴിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ പിന്നീട് അത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ട് അതിഥികൾ വരാൻ തുടങ്ങിയപ്പോൾ വല്ലാതെ അസ്വസ്ഥനായി. കാരണം ഒരു പൊസസീവ്നെസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു കൊക്കൂണാണ്. പക്ഷെ നമ്മളിപ്പോൾ അതിന് സംഘാടകരായി മാറി. കാരണം ഒരു യാഥാർത്ഥ്യമായി കോവിഡ് കാലത്ത് വീടിനുള്ളിൽ ഒതുങ്ങിയിരുന്ന നമ്മുടെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ജോലി ചെയ്ത ആളുകൾ, അപ്പോഴാണ് അവരുടെ വീട്ടു പരിസരത്തെ പല വാട്ടർഫോൾസും പല ട്രക്കിംഗ് പാത്തുകളും പല വ്യൂ പോയിൻറ്റ്സും കണ്ടത്. അതിനുശേഷം അവർ വീട്ടിൽ വന്ന് വിശ്രമിച്ചപ്പോൾ അവരിത് മുഴുവൻ റീൽസാക്കി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നു. അത് കണ്ടയൊരു ലോകം, വീർപ്പ് മുട്ടിയിരുന്ന ലോകത്തിന് മുമ്പിലാണ് കോവിഡിന് ശേഷം തുറന്നു കൊടുത്തത്. അവർ എരമ്പി പാഞ്ഞു വന്നു, ബൈക്കിലും കാറിലും. പക്ഷേ ചെറുപ്പക്കാരാണ്. അവർ വന്ന് സൃഷ്ടിച്ച ഒരു പരിസരമുണ്ട്. ഞാൻ പറഞ്ഞു പോട്ടെ, പണ്ട് ഒക്കെ നമ്മളൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അപരിചിതരാണ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അങ്ങനെയല്ല. അവർ വരുന്ന സ്ഥലം അവരുടേതാണ്. പരിസരവാസികൾ കണ്ണ് താക്കും. അവരുടെ കണ്ണിന് മുഖം കൊടുക്കാൻ അവർക്ക് ധൈര്യം പോരാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഭൂമിക വാസ്തവത്തിൽ ഈ ടൂറിസം പെർസ്പെക്റ്റീവ് എന്നൊരു ആശയം കൊണ്ടുവന്ന് മര്യാദകളുടെ ടൂറിസം കൊണ്ടുവന്നത്. അപ്പോൾ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി അവിടെ. ഭൂമികയുടെ ഒന്നും ഒരു പ്രൈമറി ആയിരുന്നില്ല ഈ ടൂറിസം എന്ന് പറയുന്നത്. പക്ഷെ അതിലേക്ക് നമ്മൾ വന്നപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ട് ഇപ്പോൾ ഹോം സ്റ്റേസ് ആൻഡ് എവേ ഹോംസ്, നമ്മൾ ഒത്തിരി ആശയങ്ങൾ അതിൽ കൊണ്ടുവന്നു. സാമ്പത്തിക മര്യാദകൾ, പാരിസ്ഥിതിക മര്യാദകൾ, സാമൂഹിക മര്യാദകൾ. ഇപ്പോൾ ഇവിടെ അടുത്ത്, അപ്പം ഞാൻ പറയാണ്, അതിനുവേണ്ടിയാണ് നമ്മൾ സംഘാടകരായി മാറിയത്. മുന്നേ ഉള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മഴയുമായി മുമ്പുള്ള? ഞാനൊക്കെ താമസിക്കുന്നത് പാതാമ്പുഴത്തോട്. ഇത് കുന്നോന്നിത്തോടാണ്. ഈ മനോഹരമായി നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് കുന്നോന്നിത്തോടാണ്. ആ കുന്നോന്നിത്തോടിനെ പോലും പ്രിയ സുഹൃത്ത് അരുൺ ഇതുപോലെ ഒരു പാർക്കാക്കി മാറ്റിയത്, ആളുകൾ വന്ന് ഒരു ചെക്ക് ഡാം പഞ്ചായത്ത് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്ന് കള്ളുകുടിക്കുകയും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയും വേസ്റ്റ് ഇടുകയും ചെയ്തതിനെ മറികടക്കാൻ വേണ്ടി ഒരു പോസിറ്റീവായി തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവാണ് ഇതൊരു വലിയ പാർക്കാക്കി മാറ്റിയത്. അപ്പോൾ ഈ കുന്നോന്നിത്തോട് പോലെ മനോഹരമായ പാതാമ്പുഴത്തോടിൻ്റെ തീരത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ പാതാമ്പുഴത്തോട്ടിൽ ചെറുപ്പകാലത്ത് അപ്പാടെ മുങ്ങാങ്കുഴി ഇടുകയും, ഇപ്പോൾ കല്ലിട്ടാങ്കുഴി ഏതേത്, കായംകുളത്തെ തെക്കേത്, കല്ലിട്ടാൽ ആരെടുക്കും തന്നെക്കാളും മൂത്തോര്. കളിച്ചിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞു തോടുകളിലെ കയങ്ങളിലേക്ക് നല്ല ആകൃതിയുള്ള ഒരു കല്ലെടുത്ത് ഇടുക. കൂട്ടത്തിലുള്ള 5 or 8 പേര് അതിന് പിന്നാലെ മുങ്ങാങ്കുഴി ഇടുക. അതാരാണോ ആദ്യം എടുത്തുകൊണ്ട് വരുന്നയാൾ, അയാൾ ജയിക്കും. അയാൾ ജയിക്കുമ്പോൾ പിന്നെ അയാളാണ് അടുത്ത ഈ പാട്ട് പാടുന്നത്. കല്ലിട്ടാങ്കുഴി ഏതേത്, കായംകുളത്തെ തെക്കേത്, കല്ലിട്ടാൽ ആരെടുക്കും തന്നെക്കാളും മൂത്തോര്. ഇങ്ങനെ ഇത് വെറും ഒരു ഉദാഹരണം. നിങ്ങളോട് ഞാൻ അനുഭവിച്ച സന്തോഷങ്ങൾ, പുഴയുമായി ബന്ധപ്പെട്ട കഥകൾ പറഞ്ഞാൽ നിങ്ങൾ ഇനി ഈ സൊസൈറ്റിയോട് കലഹിക്കും. ഗ്രീറ്റ ട്യൂൻബർഗ് ചോദിച്ച പോലെ ഹൗ ഡെയർ യു. അപ്പോൾ ഫ്യൂച്ചർ ഹാസ് ബീൻ സ്റ്റോളൻ. ഞങ്ങളുടെ ഭാവിയെ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് കട്ടെടുത്തില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും.
പെട്ടെന്ന് വെള്ളപ്പൊക്കം വരുന്നു, ആൾക്കാർ വീട്ടിൽ നിന്ന് മാറുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാകുന്നു. അത് മാത്രമല്ല, ഇതൊരു വളരെ സൈക്കോളജിക്കലായിട്ടൊരു ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് പേര്. അല്ല, ഇതില്ല ഇപ്പോൾ പലർക്കും ഇറിക്കവറബിൾ, അതായത് പരിഹാര്യവും അപരിഹാര്യവും. പരിഹാര്യമായ കാഷ്വാലിറ്റീസ്, ഡാമേജസ് വന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ. പക്ഷേ അവർക്ക് വേറൊരു തുരുത്തുണ്ട്, റിസോർട്ടുണ്ട്, വേറൊരു സോഴ്സുണ്ട്. പക്ഷേ ചിലരെ സംബന്ധിച്ചുണ്ടാകുന്ന നഷ്ടങ്ങൾ സ്ഥായിയാണ്, അത് അപരിഹാര്യമാണ്. അവരെ സംബന്ധിച്ച് റിലേറ്റീവ്സ് മരിച്ചു പോവുക. ഒരു പക്ഷേ അവർ ഇപ്പം മലയോരങ്ങളിലോ ഭൂമിയെല്ലാം, അതൊരു കൃത്യമായ ഉദാഹരണമാണ്. ഒത്തിരി ഉയർന്ന സ്ഥലത്ത് താമസിച്ച ചില ആളുകൾ, അവർ ഏറെക്കാലം കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് അവരുടെ വീട്ടിലെ സാമ്പത്തിക ക്രമീകരണങ്ങൾ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതിൽ പോലും കുറവ് വരുത്തി, കുട്ടികളെ പോലും മിതമായ ഭക്ഷണം കൊടുത്ത് സമാഹരിച്ച് വെച്ച പണം കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന്, അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങൾ കുറവുള്ള, റോഡ് മാർഗ്ഗങ്ങൾ കുറവുള്ള, വൈദ്യുതി കുറവുള്ള സ്ഥലത്തു നിന്ന് അവർ താഴേക്ക് ഉള്ള സമ്പാദ്യമെല്ലാമായി വന്ന് ആറ്റുതീരത്തൊക്കെ സ്ഥലം വാങ്ങി അവർ സെറ്റിലാവുന്നു. അവർ ഹാപ്പിനെസ്സിൻ്റെ ലെവലിലേക്ക് വളരുന്നു. അവർ ആ ഒരു പിന്നോക്ക സ്ഥലത്തുനിന്ന് അവർ കുറച്ചുകൂടി മുന്നോക്കമായി മാറുന്നു. അവർ തന്നെ മോട്ടിവേറ്റഡ് ആകുന്നു, അവരുടെ പെരുമാറ്റത്തിലും ശീലങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നു. ആ സമയത്ത് എല്ലാ സൗകര്യങ്ങളുണ്ടെന്ന് വിചാരിച്ച ആ പുഴയുടെ തീരത്ത് ഇന്നുവരെ കരുതാത്ത രീതിയിൽ വീടിനുള്ളിലെ മുഴുവൻ സാധനങ്ങളെയും കൊണ്ട് ജീവൻ രക്ഷിച്ച മാതിരി ആ വീടും പരിസരങ്ങളിലും വെള്ളം കയറുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് പിന്നീട് കാലാകാലങ്ങളിലേക്ക് അൺസർട്ടനിറ്റിയാണ്. എന്നാണ് മഴ തൂളുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ആന്തലാണ്, ഉറക്കമില്ല, അവർ ഉറങ്ങാതിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ അങ്ങനെ വീടിനുള്ളിൽ കൂടി 2021 വെള്ളം കയറിപ്പോയവർ ഇനി പുത്തനായി പുതിയ കുറേ ആളുകൾ ഇപ്പോൾ എഫക്റ്റഡായി. ഇതുവരെയും വെള്ളം കയറാത്ത പല വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറി. അവരിനി അവരുടെ ജീവിതത്തിൻ്റെ സ്വഭാവമേ മാറുകയാണ്. കാരണം അവർ മുൻപും പിൻപുമായി മാറുകയാണ്. അവർക്ക് മഴയോടും പുഴയോടുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം അവർക്കിനി കരുതലുണ്ടാവണം. സുഖമായി കിടന്നുറങ്ങിയ ആളുകളൊക്കെ ചെറുമഴയുടെ സ്വരം കേൾക്കുമ്പോഴേ, ഇപ്പം ഞങ്ങളെപ്പോലുള്ള മോണിറ്ററിങ് നെറ്റ്വർക്കിൽ ഇടപെടുന്നവരും ആ ഞെട്ടലുണ്ട്. പക്ഷേ അവരുടെ ഞെട്ടലും നമ്മുടെ ഞെട്ടലും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഞെട്ടലൊരു ഞെട്ടലാണ്. അതിനെയൊക്കെ എങ്ങനെ മറികടക്കാൻ കഴിയും? അവരിനി എങ്ങനെ അവിടെ നിന്ന് റിസോഴ്സ് സമാഹരിച്ച് പുതിയൊരു ഇടം കണ്ടെത്തും? ഒരു ബന്ധം മുറിഞ്ഞു പോകുന്ന പോലെയാണ് അല്ലേ, ഒരു പ്രണയ നൈരാശ്യമൊക്കെ വന്ന് നമുക്ക് തീർച്ചയായും പ്രണയത്തിനോട് തന്നെ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന പോലെയാണ്. ഇപ്പോൾ ഈ അടുത്ത നാളിലുണ്ടായ ഒരു ട്രാജഡി, അപ്പോൾ അതിൽ ഭാര്യയും കുട്ടിയും നഷ്ടപ്പെട്ടയാൾ, ആളുടെ കഠിനാധ്വാനം കൊണ്ട് നിർമ്മിച്ച പുത്തൻ വീട് കയറി താമസിച്ചിട്ട് ഒരുപാട് കാലങ്ങളായിട്ടില്ല. ആ വീട് മുഴുവനാണ് മണ്ണിനടിയിൽ പോയത്. വീട് നഷ്ടപ്പെട്ടു, ആളുടെ കാറ് അതിനടിയിലായി, ബൈക്ക് അടിയിലായി, ആളുടെ സുഹൃത്തിൻ്റെയോ ആൾ ഓടിക്കുന്നതോ ആയിട്ടുള്ള, ആൾ ഡ്രൈവിങ്ങിനൊക്കെ പോകുന്ന ഒരാളാണ്, ആ വാഹനം മണ്ണിനടിയിലായി. പരിസരത്തുനിന്ന് വന്ന കുട്ടികൾ, സ്കൂൾ കുട്ടികൾ സ്ഥലം സന്ദർശിക്കാൻ വന്നവരുടെ കയ്യിലാണ് ഒരു ബാഗ് കിട്ടിയത്. അതിനുള്ളിൽ 15 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. അതവർ കുട്ടികൾ സത്യസന്ധതയോടെ തിരിച്ചേൽപ്പിച്ചു. ആ 15 പവൻ സ്വർണം അവർ സമാഹരിച്ചത് എങ്ങനെയാവും? ഭാര്യ ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ജോലി ചെയ്യുന്നു, സാധാരണ ജോലി ചെയ്യുന്നു. മകൻ ഒരു കോളേജിൻ്റെ കേറ്ററിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ഉറുമ്പ് പണിയെടുക്കുന്നത് പോലെ പണിയെടുത്തിരുന്നൊരു കുടുംബം. എല്ലാവരും അവനവനാൽ കഴിയുന്ന പങ്ക് ജോലി ചെയ്തിട്ട് ഒരു വീടുണ്ടാക്കുന്നു, സ്വർണം സമാഹരിക്കുന്നു, പെൺമക്കളെ കെട്ടിച്ചയക്കണം, ഒരു മോളുണ്ട് കല്യാണം കഴിക്കാൻ, ഒരു മോളെ കല്യാണം കഴിച്ചു, വാഹനം വാങ്ങുന്നു, ബൈക്ക് വാങ്ങുന്നു. അതിനെല്ലാം മുകളിലേക്ക് അത് വന്ന് വീഴുകയാണ്. ആ സുഹൃത്ത്, എൻ്റെ കൂടി സുഹൃത്തായിട്ടുള്ള അദ്ദേഹം ഈ ശവമഞ്ചങ്ങൾക്കരിയിൽ ഒരു ഭാവങ്ങളും ഇല്ലാതെ തുറച്ചു നോക്കി ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഓരോരുത്തരെ അടയാളപ്പെടുത്താൻ കഴിയുമല്ലോ. ഇനി എന്താണ്? പക്ഷേ ആളും സർവൈവ് ചെയ്യും, ഇല്ലെന്നല്ല, മറിച്ച് ഇതൊക്കെ നമ്മളുടെ ഈ മഴ പുഴ അത് കൊണ്ടുവന്ന മാറ്റങ്ങൾ. ഒരിക്കലും വിചാരിക്കാത്ത സ്ഥലത്താണ് ഉരുൾപൊട്ടിയത്, ആ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായത്. അത്തരത്തിലുള്ളൊരു ഭൂമിശാസ്ത്രമേ അല്ല അവിടെ. അപ്പോൾ അവിശ്വസനീയമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. ആ മനുഷ്യർ ജീവിതത്തിൽ നിന്ന് അവരിതുവരെ സമാഹരിച്ച് കൊണ്ടുവന്ന അവരുടെ മുഴുവൻ ഊർജ്ജവും അവിടെ തീരുകയാണ്. ഇനി അത് സമാഹരിച്ച് കൊണ്ടുവരണം. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെയും കമ്മ്യൂണിറ്റി എങ്ങനെ അവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഇനി അത് ആ ഉയർത്തിക്കൊണ്ടുവരാൻ ഇപ്പോൾ നിലവിലുള്ളൊരു അവസ്ഥ എന്താണ്? ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കപ്പാസിറ്റിയിൽ വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അവിടെയുണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട്? കാരണം ഇത് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ വീടുണ്ടാക്കി കൊടുത്തതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അടുത്ത തവണ മഴ പെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ പെയ്യുന്നൊരു പേടിയുണ്ട്.
അതിനെ ഇനി എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു? അതിലെന്തെങ്കിലും നടക്കുന്നുണ്ടോ? അല്ല, അതിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അത് ഒരു പക്ഷേ അത് പറയുമ്പോൾ അപ്രായോഗികമോ റൊമാൻറ്റിസമോ ഒക്കെ ആയി വ്യാഖ്യാനിക്കപ്പെടാമെങ്കിലും ഈ അത്തരം എന്ത് തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചാലും പിന്നോട്ട് സംഭവിച്ചവരും ഇപ്പം നിലവിൽ സംഭവിച്ചവരും ഇനി സംഭവിക്കാനിരിക്കുന്നവരും എല്ലാവരും ചേർന്ന് തരുന്നതാണ് ഈ കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയുടെ സെലിബ്രേഷൻസ്, കമ്മ്യൂണിറ്റി ചേർന്ന് നിൽക്കുന്ന പൊതു ഇടങ്ങൾ, അവർ ചേർന്ന് നടത്തുന്ന ഇനീഷ്യേറ്റീവുകൾ, ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്, റിക്കവറിയുടെ ഭാഗമാണ്. പേഴ്സണലി ഒരാൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കുന്നത് മാതിരിയല്ല അവരെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാക്കി പിന്നോട്ട് പോകാതെ ഓരോ പ്രവർത്തനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അത് നമ്മളിവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി നമ്മളൊരു കേസ് സ്റ്റഡി കാണിച്ചുകൊണ്ട് ഇന്നയാൾ ആ രീതിയിലാണ് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വന്നതെന്ന് പറയാൻ ഉള്ള കേസ് സ്റ്റഡികൾ നമ്മൾ സൂക്ഷിക്കാത്തത് അതുകൊണ്ടാണ്. എല്ലാവരും ചേർന്ന് ഇടപെടുന്ന പരിസരങ്ങളെ നമ്മൾ ഉണ്ടാക്കുക. അവിടെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയാണ് അവരെ ഉയർത്തിക്കൊണ്ട് വരുന്നത്. വ്യക്തിക്ക് ശ്രദ്ധ കൊടുക്കുന്നതിനോടൊപ്പം ആ കമ്മ്യൂണിറ്റിയും ശ്രദ്ധിക്കുക ആണ്. കാരണം കൂടുതൽ സഹതാപങ്ങളും കൂടുതൽ പിന്തുണകളും അല്ല വേണ്ടത്. ചേർത്ത് പിടിച്ച് സമയാസമയങ്ങളിൽ ആവശ്യം. ഇപ്പം നമുക്കറിയാം ഫ്ലഡിൻ്റെ സമയത്ത് നമ്മുടെ ക്യാമ്പുകളിലൊക്കെ കുമിഞ്ഞുകൂടുന്ന സാധനങ്ങൾ ആ ഒരു വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് വരുന്നതാണ്. പക്ഷെ അതിന് ശേഷം എന്താണെന്നൊരു ചോദ്യമുണ്ട്. അതിന് ശേഷം പലപ്പോഴും പലരെയും കാണില്ല. കാരണം ഒന്ന്, അത് അവരുടെ പ്രൈമറി അജണ്ടയല്ല. കാരണം അവർ ആ മാനവികതയിൽ നിന്നുകൊണ്ട് അവർ ചെയ്യാനുള്ളത് ചെയ്തു. പലപ്പോഴും പലർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് പണമാകാം, അത് കായികാധ്വാനം ഭയങ്കരമാണ്. ആ സമയത്ത് അവർ ഓടിയെത്തുന്നു. പക്ഷെ അവർക്കും അവിടെ നിലനിൽക്കാൻ കഴിയില്ല. അവരെല്ലാം മടങ്ങും. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഉത്സവ പിറ്റേന്ന് പറയുന്ന പോലെയുള്ളൊരു കാര്യമാണ്. ഇതിന് ശേഷം എന്താണ്? ആ ശേഷം എന്താണ് എന്നുള്ളതിലാണ് അവർ ജീവിക്കുന്ന ഈ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ പരിസരങ്ങൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി അവരെ കൂടി ചേർത്ത് പിടിച്ച് നടത്തുന്ന ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ, കൂടുതൽ സെലിബ്രേഷൻസ്, അങ്ങനെയാണ് ഗ്രാമപരിസരങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് വീണ്ടെടുക്കുക. അവരും കൂടി ചേർന്ന് ഇടപെടുന്ന പരിസരങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതിൽ അവർ ലിങ്ക്ഡ് ആകുമ്പോൾ, ഇൻവോൾവ് ആകുമ്പോൾ അവർ ഇതൊക്കെ മറക്കാൻ അവർക്ക് കഴിയും. നമ്മൾ തുടങ്ങുമ്പം ഞാൻ മാഷിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മഴ പെയ്യുമെന്ന്. ആൻഡ് യു സെഡ് പെയ്യില്ല, ലൈക്ക് യു സെഡ് പെയ്തിട്ടില്ല. വളരെ ഉപകാരം സൊറയിൽ വന്നതിന്. മേ യുവർ പ്രഡിക്ഷൻസ് ബി ട്രൂ, മേ യു സേവ് മോർ ലൈവ്സ്, മേ യു ബി എവർ ഹാപ്പി. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.